കല്ലുവാതുക്കൽ സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കവി എ അയ്യപ്പൻ അനുസ്മരണവും കവിതാലാപനവും സംഘടിപ്പിച്ചു. ഇതിനോടനുബന്ധിച്ച് നടന്ന അനുസ്മരണ സമ്മേളനം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ.പി. സജിനാഥ് ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു. എ അയ്യപ്പൻ്റെ അനുസ്മരണ പരിപാടി സാധാരണ കൊല്ലത്താണ് നടക്കാറുള്ളത്. വ്യത്യസ്തങ്ങളായ മേഖലകളിൽ സാഹിത്യ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരൊക്കെ വന്ന് അനുസ്മരണ പ്രഭാഷണം നടത്താറുണ്ട്. ഈ പ്രാവശ്യം നമ്മൾ ഈ പരിപാടി ഇവിടെ നടത്താൻ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊല്ലം താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ പരിപാടിയായിട്ടാണ് ശ്രീകുമാർ സാർ അത് സംഘടിപ്പിക്കാൻ ഇരുന്നത്. താലൂക്ക് ലൈബ്രറി കൗൺസിൽ അതിന് ഔദ്യോഗികമായിട്ടുള്ള ചില ഔപചാരികതകളും മറ്റും ഉള്ളത് കൊണ്ട് അത് വേണ്ട, നമുക്ക് സമുദ്ര ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ലൈബ്രറികൾക്കൊരു പ്രോഗ്രാം എന്ന് പറയുന്നത് കൂടി ഉണ്ടല്ലോ. അപ്പോൾ ചിട്ടയോടുകൂടി കൃത്യമായി പ്രവർത്തിക്കുന്ന ലൈബ്രറി എന്ന നിലയിൽ അതിൻ്റെ ഭാഗമായിട്ടൊരു പരിപാടി ആയിക്കൊള്ളട്ടെ എന്ന് തീരുമാനിച്ചു. ഇന്ന് വൈകുന്നേരവും നാളെയാണെന്ന് തോന്നുന്നു കുടിക്കോട് വിശ്വൻ്റെ നേതൃത്വത്തിൽ, വിശ്വൻ കുടിക്കോട് നേതൃത്വത്തിൽ കണ്ണനല്ലൂർ പരിപാടിയുണ്ട്. എ അയ്യപ്പനും ഞാനുമായിട്ട് അദ്ദേഹത്തിൻ്റെ കവിതകളെക്കുറിച്ചൊന്നും പറയാനുള്ള ഒരു പാണ്ഡിത്യമൊന്നും എനിക്കില്ല. പക്ഷേ കവിതകൾ ഇഷ്ടമുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കവിതകൾ ഒട്ടുമിക്കതും വായിച്ചിട്ടുള്ളതാണ്, ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത് യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ വെച്ചിട്ടൊരു മീറ്റിങ്ങിൽ നല്ല ഗംഭീരമായ ശബ്ദത്തിലൊരു പാട്ട്, ഗ്രീഷ്മമേ സഖി ഊഷ്മളദ്വീപ്തമാർന്നൊരു മധ്യാഹ്ന വേളയിൽ എത്രമേൽ സുഖം ഹർഷം എന്നുള്ള ആ കവിത കേട്ടിട്ട് ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത് അപ്പോഴാണ്. പിന്നീട് തിരുവനന്തപുരത്ത് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അലഞ്ഞു നടക്കുന്ന സെക്രട്ടറിന് പോലെ അലഞ്ഞടക്കുന്ന ഒരു മനുഷ്യനായിട്ട് എനിക്കറിയുള്ളൂ. അന്നൊന്നും കൂടുതൽ അടുപ്പമില്ല. പക്ഷേ ഒരു ഡോക്യുമെൻ്ററി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കൊല്ലത്തേക്ക് കൊണ്ടുവരണമെന്ന് എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ഇന്ന് വരേണ്ടതാണ് ശ്രീ കോതപുരം രവി. അദ്ദേഹത്തെ ഇതോടടുക്കുക അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ വരികയുണ്ട് ശാസ്താംകോട്ടയിൽ. ഇളവൂരിന് അറിയാൻ വയ്യ. രവി കോതപുരം പഴയ ബാലസംഘത്തിൻ്റെ കൺവീനർ, ജില്ലാ കൺവീനറും പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള, ഇപ്പം റിട്ടയർ ചെയ്തു പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട്. അദ്ദേഹത്തെ വിളിച്ചിട്ടാണ് ഞാൻ കണക്ട് ചെയ്യുന്നത്. അങ്ങനെ കടപ്പാക്കടയിൽ വെച്ചാണ് കടപ്പാക്കടയിൽ വണ്ടി വന്നിറങ്ങുന്നു. കണ്ട മാത്രയിൽ തന്നെ മനസ്സിലായി ഇത് നാം വയ്ക്കുന്ന ആ ക്യാമറയുടെ 4 ഫ്രെയിമിൽ നിൽക്കുന്നതല്ല എന്ന് മനസ്സിലായത്. ഉടൻ തന്നെ നമ്മുടെ ഇത് ഉപേക്ഷിക്കുക ഉണ്ടായത്. പിന്നീട് വലിയ സൗഹൃദം ഉണ്ടായി അദ്ദേഹവുമായി ബന്ധപ്പെട്ട്. ആ സൗഹൃദം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ചില കവിതകൾ മനസ്സിൽ തട്ടി എന്നുള്ളതാണ്. അതിലൊന്ന് ചങ്ങാതി തലവച്ച പാളത്തിലൂടെ ഞാൻ തീർത്ഥാടനത്തിന് പോയി എന്നൊരു വരിയുണ്ട്, ബുദ്ധൻ. അതെന്നെ സംബന്ധിച്ച് അത് വളരെ നാളുകൾക്ക് മുമ്പ് വായിച്ചത് എൻ്റെ മനസ്സിൽ തറയ്ക്കാൻ കാരണം വെച്ചാൽ ഞാൻ താമസിക്കുന്ന മാടന്നടി എന്ന സ്ഥലത്താണ്, ഭരണിക്കാവ് ക്ഷേത്രത്തിൻ്റെ അടുത്താണ്, കൊല്ലൂറുള്ള. അവിടുത്തെ ഒരു വളവുണ്ട്, ഒറ്റപ്പെട്ട വളവിലാണ്. കൊല്ലം ജില്ലയിൽ നിന്ന് ആൾ വണ്ടി പിടിച്ച് വന്ന് ആത്മഹത്യ ചെയ്യുന്ന അവിടെയാണ്. എൻ്റെ സുഹൃത്തുക്കളും ഇതുപോലെ തന്നെ ട്രെയിൻ തട്ടി മരിച്ചിട്ടുണ്ട്. പലപ്പോഴും ട്രെയിനിൽ കയറുമ്പോൾ ട്രെയിനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ വീലുകളിങ്ങനെ പാളത്തിലൂടെ പോകുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഈ വാക്കുകളാണ്. ചങ്ങാതി തലവച്ച പാളത്തിലൂടെ ഞാൻ തീർത്ഥാടനത്തിന് പോയി എന്ന വാക്കുകൾ വല്ലാതെ വിങ്ങലോടുകൂടി ഓർക്കുകയാണ് ഞാനിപ്പോഴും. അതുപോലെ തന്നെയാണ് നമുക്ക് ഇന്ന് പണ്ട് 7 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് ഞങ്ങളുടെ ബാലഭവനിലെ അനുസ്മരണ യോഗത്തിന് ഇട്ടിരുന്നു. അതിൽ വയലിൻ പൊട്ടിയ രാത്രിയിൽ അങ്ങനൊരു വരികളുണ്ടല്ലോ, വയലിൻ പൊട്ടിയ നേരത്താണ് നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയത് അർദ്ധരാത്രി 12 മണിക്കെന്ന് പറയുന്നത്. ആ കവിതയുടെ വരികളിങ്ങനെ മനസ്സിലാക്കുന്നത് നമ്മുടെ ഇതിലെ വയലിനിസ്റ്റായിട്ടുള്ള അദ്ദേഹം മരിച്ചു പോയില്ലേ, അതിൻ്റെ മനസ്സിലിങ്ങനെ നിൽക്കുക എപ്പോഴും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കവിതകളുമൊക്കെ ആയിട്ട് പിന്നീട് സ്ഥിര സന്ദർശകനായി നമ്മുടെ വീട്ടിൽ. കൊല്ലത്ത് വരുമ്പോൾ എൻ്റെ വീട്ടിൽ തന്നെയാണ് എപ്പോഴും താമസിക്കാറുള്ളത്. എൻ്റെ ലൈബ്രറി, ഞാൻ കൗൺസിലായിരുന്നപ്പോൾ ആരംഭിച്ച ലൈബ്രറി ഇരവി ഗ്രന്ഥശാല, അതിന് ഭദ്രദീപം കൊളുത്തിയത് അന്ന് ഐഷ പോറ്റി MLA ആണ്. അന്ന് ലോയസിയുടെ നേതാവ് കൂടിയായിരുന്നു, അവരെയാണ് വിളിച്ചത്. അന്ന് വന്ന കൂട്ടത്തിൽ AICC അവിടുത്തെ MLA ഉണ്ട്. പക്ഷേ അയ്യപ്പൻ തൻ്റെ പുസ്തകങ്ങൾ ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യാമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ അയ്യപ്പൻ്റെ പുസ്തകങ്ങൾ തിരക്കി ചെന്നപ്പോൾ പലപ്പോൾ ഔട്ട്ഡേറ്റഡ് ആണ്, ഔട്ട്പ്രിൻറ്റഡ് ഇല്ല, ലഭിക്കുന്നില്ല അതൊന്നും. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഓരോ രീതികളും നമ്മൾ കാണുമ്പോൾ വലിയ താല്പര്യത്തോടു കൂടിയാണ്. മണിക്കൂറോളം ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. മണിക്കൂറോളം സംസാരിക്കാന്ന് വെച്ചാൽ കവിത എഴുതുന്നത് പോലെ തന്നെ ഉദ്വേഗജനകമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഭാഷാ വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന കാര്യത്തിൽ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ അങ്ങനെ ഈ മദ്യപിക്കുന്നവരോടൊപ്പം അങ്ങനെ യാത്ര ചെയ്യുന്ന കൂട്ടത്തിലല്ല. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് അശ്വതി ബാറിൻ്റെ മുമ്പിൽ പോയി ഇദ്ദേഹത്തെ മദ്യം കഴിക്കാൻ അകത്തോട്ട് വിട്ടിട്ട് പുറത്ത് കാത്തു നിൽക്കുന്നത്. അതേ പോയി മദ്യം വെച്ചാൽ കുറച്ചേ കഴിക്കുന്നുള്ളതാണ്. കഴിച്ച് പുറത്ത് വന്നു, ആഹാരം വേണമെന്ന് പറഞ്ഞാൽ ആഹാരം മേടിച്ച് കൊടുത്തപ്പോൾ ഒരു ഇഡ്ഡലി എടുത്ത് കുറച്ചൊന്ന് കടിക്കുക മാത്രമേ ഉള്ളൂ.
എല്ലാവരും പറയുന്ന പോലെ മദ്യത്തിന് അങ്ങ് അടിമയാണെന്നില്ല. മദ്യം കഴിക്കണമെന്നുള്ള പുള്ളി എപ്പോഴും പറയും. ആരെ കണ്ടാലും മദ്യം ചോദിക്കുന്നു. എൻ്റെ സുഹൃത്തൊരു സതീഷ് കുമാർ കെനിയെന്ന് വന്നതാണ്. ആ സതീഷ് കുമാറിനെ കണ്ടപ്പോൾ കാണാം അവൻ്റെ കയ്യിൽ ഇത് കുപ്പിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ സതീഷ് കുമാറിനെ വളഞ്ഞു പിടിക്കുക. അത് കഴിഞ്ഞ് ഒരു ദിവസം വെറുതെ ഇരിക്കുമ്പം സതീശനെ വിളിക്കുന്നു. എന്നിട്ട് സതി അവിടെ ഉണ്ടോ മറ്റേ സാധനം എന്ത് ചെയ്യുന്നൊക്കെ ചോദിച്ചുകൊണ്ട്. ഇതൊക്കെ വെറും ജാടയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം കുറേ ദിവസമായപ്പോൾ മദ്യപിക്കാൻ വേണ്ടിയൊന്നല്ല, ചുമ്മാ ഇത് പറയുന്നു എന്നുള്ളേ ഉള്ളൂ. അതിനകത്ത് തന്നെ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അതിനകത്ത് ആ സുഹൃത്ത് ഇപ്പോൾ ഇദ്ദേഹത്തെ കണ്ടാലും ഗഫൂറെന്നാണ് മരിച്ചുപോയി ആക്സിഡൻറ്റിൽ. എപ്പോഴും ചോദിക്കും, അയ്യപ്പം വെള്ളം അടിക്കണ്ടേ മദ്യപിക്കണ്ടേന്ന് ചോദിക്കും. അത് പുള്ളിക്ക് അങ്ങനത്തെ രചിക്കത്തില്ല. മദ്യപാനി ആയിരുന്നെങ്കിൽ എപ്പോഴും അദ്ദേഹം മദ്യമായിട്ട് വരും കുടിക്കുകയും ചെയ്യും. പക്ഷേ അവസാനം ഗഫൂറിനോട് ചോദിച്ചൊരു ചോദ്യം എൻ്റെ മുന്നിൽ ഇപ്പോഴുണ്ട്. ഗഫൂറേ, നീ പുസ്തകം എഴുതുകൂടാ? ഗഫൂർ പറഞ്ഞില്ല. നീ പുസ്തകം വായിക്കൂടാ? ഇല്ല. നീ നാടകം കാണുമോ? ഇല്ല. നീ സിനിമ കാണുമോ? ഇല്ല. നീ പാട്ട് പാടുമോ? ഇല്ല. പിന്നെ എന്തിനാടാ നീ മദ്യം വെള്ളമടിക്കുന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹം. വേണം മദ്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വീക്ഷണം എനിക്ക് മനസ്സിലായി. അതോടുകൂടി അദ്ദേഹം മദ്യപാനം നിർത്തിയെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ എൻ്റെ ഓഫീസിൽ വന്നിരുന്നിട്ടാണ് ഒരു ദിവസം അദ്ദേഹം രവിയെ വിളിക്കുന്നത്, നമ്മുടെ DC രവി. DC രവി വിളിച്ചിട്ട് പറഞ്ഞത്, ഞാൻ അങ്ങോട്ട് വരിക, ഞാൻ കോഴിക്കോട്ടുണ്ടെന്ന് പറഞ്ഞു. DC രവി പറഞ്ഞു, ഇങ്ങോട്ടൊന്നും വരേണ്ട കാര്യമില്ല, ഇപ്പോഴൊന്നും വരില്ല, ഞാനില്ല സ്ഥലത്തില്ല. അല്ല, ഞാനും അടുത്ത് തന്നെ ഉണ്ട്, കോഴിക്കോട്ട് അടുത്ത് തന്നെ ഉണ്ട്, അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞത്. അയ്യപ്പ പറഞ്ഞാൽ മതി, എന്തോ വേണം. അയ്യപ്പ പറഞ്ഞു, എനിക്കിത്തിരി പൈസ വേണം. അയ്യപ്പൻ പറയുകയാണ്. കൊടുത്ത അഡ്രസ്സിൽ DD വന്നു 10,000 രൂപയുടെ 3-ാമത്തെ ദിവസം. അപ്പം ഞാൻ ആലോചിക്കുക, ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ അവിടെ ഉണ്ട്, ഒരുപക്ഷെ വിറ്റിട്ട് പലരും അങ്ങനെ ചെല്ലാത്തത് കൊണ്ടും കൊടുത്താൽ അത് ദുരുപയോഗം ചെയ്യുന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഇങ്ങനെ കൊടുക്കാത്തതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നീട് നിരവധി ഈ വേദികളിൽ അവിടെ തന്നെയാണ് അയ്യപ്പൻ എൻ്റെ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഇന്നത്തെ മുഖ്യ പ്രഭാഷകനായിട്ടുള്ള ശ്രീ ഇളവൂർ ശ്രീകുമാർ, ഓർമ്മയുണ്ടല്ലോ സാറേ അല്ലേ? ഇളവൂർ ശ്രീകുമാറും CV വിജയകുമാറും മരിച്ചുപോയി, നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു. CV വിജയകുമാർ ഇദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാൻ എൻ്റെ വീട്ടിൽ വന്നു. ആ ഇൻ്റർവ്യൂവിലാണ് അന്ന് വലിയ വിവാദമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ, ചെങ്കൽ ചൂളയിലൊരു സ്ത്രീയുമായി ബന്ധപ്പെട്ടല്ലേ സാറേ? അതിലൊരു കുട്ടിയുണ്ടെന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇങ്ങനെ ഇതടിച്ചു. അങ്ങനെ അത് വലിയ പ്രശ്നം, വിവാദമായത്. പിന്നെ ഒരു 2-3 ഏതിലായിരുന്നു, പച്ചമലയാളത്തിലായിരുന്നോ ഏതിലായിരുന്നു വന്നത്? അതിൽ തന്നെ പിന്നെ ഏറോത് പത്രത്തിലൊക്കെ അതിൻ്റെ വാർത്തകൾ ഇങ്ങനെ വരികയൊക്കെ ചെയ്തു. അവസാനം അദ്ദേഹം കൈ കഴിഞ്ഞു, ഞാൻ മദ്യപിച്ചിരുന്നത് കൊണ്ട് അങ്ങനെ പറഞ്ഞതെന്ന്. അങ്ങനെയല്ലേ പറഞ്ഞല്ലേ? യഥാർത്ഥത്തിൽ അന്ന് മദ്യപിച്ചിരുന്നില്ല, എനിക്കറിയാം. മദ്യപിക്കാതെയാണ് എന്തെങ്കിലും പറയും. മദ്യമെന്ന് പറയുന്നത് പുള്ളിക്ക് ആൾക്കാരുടെ ഇടയിൽ വെറുതെ ഒരു തമാശ പറയാനുള്ള സാധനമായിട്ട്, അല്ലെങ്കിൽ എപ്പോഴും അത് വേണം. പക്ഷേ ഒരു മദ്യത്തിനൊന്നും അടിമയായി കണ്ടൊരു കാലം എനിക്കില്ല. ഞാൻ മരിക്കുന്നതിനൊരു 5 വർഷം എനിക്ക് നല്ല അടുപ്പമുണ്ടായിരുന്നു. എപ്പോഴും കാണുകയോ വിളിക്കുകയോ ചെയ്യുമായിരുന്നു. മലയാള ഐക്യവേദി ജില്ലാ സെക്രട്ടറി പ്ലാക്കാട് ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. കവി A. അയ്യപ്പൻ്റെ കവിത എന്ന് പറയുന്നത് സാധാരണ വായനക്കാർക്ക് അത്രത്തോളം ദഹിക്കുന്ന ഒന്നല്ല. മലയാള ഭാഷയാണ് അദ്ദേഹത്തിൻ്റെ കാവ്യരചനയ്ക്ക് ആധാരമെങ്കിലും അതിലൂടെ അദ്ദേഹം അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന വസ്തുതകൾ 1, 2, 3 വായനയിലൂടെ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അത് പൊതു വായനയുടെ തലത്തിലേക്ക് അയ്യപ്പൻ കവിത അധികം വളരാത്തത് എന്നെനിക്ക് തോന്നുന്നു. പക്ഷേ നമ്മളെല്ലാം ജീവിത അനുഭവങ്ങളെ കവിതയ്ക്കും കഥയ്ക്കും സാഹിത്യത്തിനും വിഷയമാക്കുമ്പോൾ കവിത തന്നെ ജീവിതമായി അനുഭവമാക്കി മാറ്റുന്ന ഒരു എഴുത്തുകാരനെന്ന് MK ഹരികുമാർ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞതാണ് ശരിയായ ഒരു വസ്തുത. സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സെക്രട്ടറി N. ശ്രീകണ്ഠൻ നായർ സ്വാഗതം ആശംസിച്ചു. കവി A. അയ്യപ്പൻ, ഞാനിപ്പോഴും പറയുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ വരുന്നത് മഹാകവി A. അയ്യപ്പൻ എന്നാണ്. അപ്പോൾ അത് സാങ്കേതികമായിട്ട് ശരിയല്ല എന്ന് എനിക്കറിയാം, എങ്കിൽ പോലും ഉള്ളിൽ എപ്പോഴും വരുമ്പോൾ മഹാകവി A. അയ്യപ്പൻ എന്നാണ്. കാരണം വളരെ നേരത്തെ, ഇപ്പോൾ കവിതയോട് വലിയ പ്രതിപത്തിയൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ, കവിത വായിക്കില്ലെന്നല്ല. അപ്പോൾ നേരത്തെയൊക്കെ ഈ ആധുനിക കാലഘട്ടത്തിന് ശേഷം ഞങ്ങളെപ്പോലെയുള്ള ഒരു തലമുറയ്ക്ക് വായിച്ച് ആസ്വദിക്കാൻ കൊള്ളാവുന്ന, നമ്മുടെ മനസ്സിൻ്റെ പ്രതിഷേധങ്ങളൊക്കെ
ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള നിത്യജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ജനനം മുതൽ ദാരിദ്ര്യാവസ്ഥയിൽ വളർന്നതുകൊണ്ടാവാം, പൂർണ്ണമായ സംരക്ഷണത്തിന് ആളില്ലായിരുന്നതുകൊണ്ടാവാം, അത്തരത്തിലൊരു ജീവിതമാണ്, ഒരു ബൊഹീമിയൻ ലൈഫാണ് അദ്ദേഹം നയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ആ അംശങ്ങൾ ഒരുമാതിരി നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു തെറിച്ച യുവാവിൻ്റെ മനസ്സിലെ വികാരങ്ങളും ചിന്തകളും അതുപോലെ രേഖപ്പെടുത്തുവാൻ ശ്രമിച്ച ഒരു കവിയായിരുന്നു എ അയ്യപ്പൻ. അദ്ദേഹം 1949 ഒക്ടോബർ മാസം 27 തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിലാണ് ജനിച്ചത്. അപ്പോൾ ആ വിഷയങ്ങളിലേക്കൊന്നും ഞാൻ കൂടുതൽ കടക്കുന്നില്ല. കാരണം അദ്ദേഹത്തെക്കുറിച്ച് അപാരമായ അറിവുകളും അദ്ദേഹത്തിൻ്റെ കവിതകളെക്കുറിച്ചൊക്കെ ഇഴകീറി വിശകലനം ചെയ്യാൻ കഴിവുള്ള സാഹിത്യ നായകന്മാരാണ് ഈ വേദിയിലിരിക്കുന്നത്. നോവലിസ്റ്റും നിരൂപകനുമായ ഇളവൂർ ശ്രീകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. സമുദ്രതീരത്തെക്കുറിച്ച് പലതവണ കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ ഈ വേദിയിലേക്ക് എത്തുന്നത്. എത്തിയപ്പോൾ മനസ്സിലായൊരു കാര്യം, എ അയ്യപ്പൻ എന്ന കവിയെക്കുറിച്ച് സംസാരിക്കാൻ ഏറ്റവും പറ്റിയ ഒരിടം ഇതാണെന്നാണ്. അത് ആൾക്കൂട്ടമുണ്ടായതുകൊണ്ടല്ല. എ അയ്യപ്പൻ എന്ന കവിയുടെ പല രൂപങ്ങളാണ് ഇവിടെ എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാവരും. ഈ സ്ഥാപനത്തിൻ്റെ പേര് തന്നെ സമുദ്രതീരമെന്നാണ്. സമുദ്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്, അതൊരിക്കലും നിശ്ചലമാകുന്നില്ല, നിരന്തരം ഇങ്ങനെ ക്ഷോഭത്തോടെ ചലിച്ചുകൊണ്ടിരിക്കും. എ അയ്യപ്പനും അങ്ങനൊരു കവിയായിരുന്നു. നിരന്തരം അശാന്തമായ, ഒരിക്കലും ശാന്തമാകാത്ത ക്ഷോഭത്തിൻ്റെ വലിയ സമുദ്രങ്ങളെ മനസ്സിൽ കണ്ട് നടന്നൊരു മനുഷ്യൻ. ഇതെല്ലാം ചേരുമ്പോൾ എ അയ്യപ്പൻ എന്ന കവിയെക്കുറിച്ച് സംസാരിക്കാൻ പറ്റിയ ഇടം ഇതാണെന്ന് തന്നെ ഞാൻ കരുതുന്നു. എ അയ്യപ്പൻ എന്ന പേര് നമ്മുടെ സാധാരണ വായനക്കാരുടെ മനസ്സിൽ കുരീപ്പുഴ ശ്രീകുമാർ പോലെയോ അയ്യപ്പ പണിക്കർ പോലെയോ സച്ചിദാനന്ദൻ പോലെയോ ONV കുറുപ്പ് പോലെയോ അക്കിത്തം പോലെയോ കുഞ്ഞുണ്ണി മാഷിനെ പോലെയോ ഇടം നേടിയിട്ടുള്ള ഒന്നല്ല. നമുക്കെന്താണ് അയ്യപ്പൻ എന്ന കവിയെക്കുറിച്ച് പൊതുവെ അറിയാവുന്നത്? ഈ മനുഷ്യൻ കവിതയ്ക്ക് വേണ്ടി ജീവിച്ച ഒരാളാണ്. തികഞ്ഞ മദ്യപാനിയാണ്. എവിടെയും അതിക്രമിച്ച് കയറി ചെല്ലുന്നയാളാണ്. ആർക്കും ശല്യമുണ്ടാക്കുന്ന ഒരാളാണ്. ആരോടും പൊരുത്തപ്പെടാത്ത ഒരാളാണ്. അങ്ങനെ ജീവിച്ച് നടന്ന് ഒടുവിൽ തിരുവനന്തപുരത്ത് തെരുവിൽ ആരുമറിയാതെ ഒരിടത്ത് കിടന്ന് മരിച്ചു പോയയാളാണ്. മരിച്ചു കഴിഞ്ഞപ്പോഴും അയാളുടെ കൈ ഇങ്ങനെ മുറുക്കി പിടിച്ചിരുന്നു. ആ മുറുക്കി പിടിച്ച കൈക്കുള്ളിൽ ഒരു കവിതയുണ്ടായിരുന്നു. അതായിരുന്നു അയാളുടെ അവസാനത്തെ കവിത, പല്ല് എന്ന കവിത. ഇതാണ് നമുക്ക് അയ്യപ്പനെക്കുറിച്ച് പൊതുവെ അറിയാവുന്ന കാര്യം. പക്ഷേ നാം അറിയേണ്ട കാര്യം, മലയാള കവിതയിൽ അയ്യപ്പന് ശേഷമോ അയ്യപ്പന് മുൻപോ കവിതയെ സൗന്ദര്യാത്മകമായി ഇത്രയും വലിയ വിസ്ഫോടനത്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ള കവികൾ ചുരുക്കമാണ്. അയ്യപ്പൻ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അരാജകമായ ജീവിതം നയിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അയ്യപ്പൻ പറയുന്നുണ്ട്, എനിക്ക് വീടില്ല, എനിക്ക് വീട് വേണ്ട. വീടുകളിൽ താമസിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഏതു വരാന്തയും എനിക്കൊരു വീടാണ്. ഏതു റെയിൽവേ സ്റ്റേഷനും എനിക്കൊരു വീടാണ്. ഏതു തെരുവും ഏതു റെയിൽവേ സ്റ്റേഷനും ഏതു മരച്ചുവടും ഏതു വരാന്തയും വീടാക്കിക്കൊണ്ട് അയ്യപ്പൻ പണിഞ്ഞത് വീടുകളായിരുന്നില്ല, കവിതയുടെ ഒരു മഹാസൗധമായിരുന്നു. നമ്മുടെ കാലഘട്ടത്തിൽ അതിൻ്റെ നെറികേടുകളോടും നീതിരാഹിത്യത്തോടും അയ്യപ്പൻ കവിതയിലൂടെ മാത്രമല്ല ജീവിതത്തിലൂടെയും പ്രതിഷേധിക്കുകയായിരുന്നു. അയ്യപ്പനെ വിശേഷിപ്പിക്കാൻ പറ്റിയ നല്ല ഒരു രൂപകം അയ്യപ്പൻ്റെ തന്നെ ഒരു കവിതയിലുണ്ട്. അത് മാളമില്ലാത്ത പാമ്പ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേര് മാളമില്ലാത്ത പാമ്പ് എന്നാണ്. മാളമില്ലാത്ത പാമ്പിനെ പോലെ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞു സഞ്ചരിച്ചു വരുന്നു മനുഷ്യൻ.
എവിടെ കണ്ടാലും ആ മാളത്തിലേക്ക് കയറുകയും ഇതെൻ്റെ മാളമല്ല എന്ന് കരുതി തിരിച്ചിറങ്ങിപ്പോവുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ. അയ്യപ്പൻ എന്ന് പറയുന്ന കവിയെക്കുറിച്ചാണ് മലയാളത്തിൽ ഏറ്റവും കുറച്ച് പഠനങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. കവിതയുടെ ലോകത്തൊരു മഹാസമുദ്രമായി മാറിയിട്ടും അയ്യപ്പൻ എന്ന കവിയെക്കുറിച്ച് മലയാളത്തിലുണ്ടായിട്ടുള്ള തീക്ഷ്ണമായ അല്ലെങ്കിൽ ഗൗരവമുള്ള ആഴമുള്ള പഠനങ്ങൾ വളരെ കുറവാണ്. കാരണം നാം സഞ്ചരിച്ചത് ഈ മനുഷ്യൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ ദൗർബല്യങ്ങളിലേക്കും അതിൻ്റെ വൈരുദ്ധ്യങ്ങളിലേക്കുമായിരുന്നു. അയ്യപ്പനെക്കുറിച്ച് സംസാരിച്ചപ്പോഴെല്ലാം അയ്യപ്പൻ്റെ കവിതകളിലെ പ്രണയത്തെയും കാൽപ്പനികതയെയും കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. മറിച്ച് അയ്യപ്പൻ എന്ന കവിതയുടെ ആഴങ്ങൾ കയറിയുള്ള സഞ്ചാരം വളരെ കുറവായിരുന്നു മലയാളത്തിൽ. അതിൻ്റെ കാരണം അത്തരമുള്ള ആഴങ്ങളിലേക്ക് മുങ്ങി ആ കവിതയുടെ വൈവിധ്യങ്ങളുടെ ലോകങ്ങളിലേക്ക് സാഹസികമായി കടന്നു ചെല്ലുവാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. താൻ ജീവിക്കുന്ന കാലത്തോട് അയ്യപ്പൻ നിരന്തരം കലഹിച്ചുകൊണ്ടിരുന്നു. 1947 എന്നൊരു കവിതയുണ്ട് അയ്യപ്പൻ്റെ. നമ്മൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞിട്ട് ആ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അതിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ അർദ്ധരാഹിത്യത്തെക്കുറിച്ച് മണിക്കൂറുകളോളം പ്രസംഗിക്കുന്ന കാര്യം അയ്യപ്പൻ 2-3 വരിയിലൂടെ പറയുന്നത് ഇങ്ങനെയാണ്. ആഗസ്റ്റ് 15 കുറിച്ച് അയ്യപ്പൻ്റെ ഒരു കവിതയിലെ വരികൾ ഇങ്ങനെയാണ്: ചോറില്ലാത്തവന് ഒരു പിടി ഉപ്പും കൂറില്ലാത്തവർക്ക് കിരീടങ്ങളും നൽകിയ ചരിത്രത്തിൻ്റെ വരദാനം. അത്രയേ ഉള്ളൂ. ആഗസ്റ്റ് 15 എന്ന് പറയുന്ന നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിനെ ഇതിലും തീക്ഷ്ണമായി എങ്ങനെ ഒരാൾക്ക് അവതരിപ്പിക്കാൻ പറ്റും? ഒരു പിടി ഉപ്പ് കൊടുത്തു ജനങ്ങൾക്ക്, പക്ഷേ അവന് ചോറ് കൊടുത്തില്ല. കിരീടങ്ങൾ നൽകി, നിങ്ങൾ അധികാരത്തിൻ്റെ കിരീടങ്ങൾ നൽകി, പക്ഷേ അവനൊരിക്കലും ഈ രാജ്യത്തോടോ ജനതയോടോ കൂറില്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു ദിവസമാണ് ഓഗസ്റ്റ് 15, 1947 ആഗസ്റ്റ്. അയ്യപ്പൻ പറയുന്നുണ്ട്. അയ്യപ്പൻ ഓരോ വാക്കും ആശയങ്ങളുടെ വലിയൊരു ഖനിയായിരുന്നു. നമ്മൾ വരൾച്ചയെക്കുറിച്ച്, പൊള്ളുന്ന വേനലിനെക്കുറിച്ച് ഇഷ്ടം പോലെ എഴുതിയിട്ടുണ്ട് ഒരുപാട് കവികൾ. പക്ഷേ അയ്യപ്പൻ ഒരൊറ്റ വാക്കുകൊണ്ടത് പറഞ്ഞു, ഒറ്റ വാക്യം കൊണ്ട് പറയുന്നുണ്ട്. അയ്യപ്പൻ്റെ ഒരു കവിതയിൽ അയ്യപ്പൻ പറയുന്നൊരു വരിയുണ്ട്: പുഴയൊഴുകിപ്പോയ വഴി നോക്കി തോണിക്കാരനിരുന്നു. സത്യത്തിൽ ഒരു കൗതുകമുള്ളൊരു വരിയായിട്ട് തോന്നേണ്ടതില്ല. ആ വരി ശ്രദ്ധിക്കൂ: പുഴയൊഴുകിപ്പോയ വഴി നോക്കി തോണിക്കാരനിരുന്നു. ഇതിലും ശക്തമായിട്ട് വരൾച്ചയെ അല്ലെങ്കിൽ വേനലിനെ പറയാൻ കഴിയില്ല. കാരണം അതിലെന്തെല്ലാം വരുന്നു എന്ന് നോക്കുക. പുഴ ഒഴുകിപ്പോയി, ഇവിടെ ഇപ്പം പുഴയില്ല. എന്തുകൊണ്ട്? ഈ ചൂട് കൊണ്ട്, വേനൽ കൊണ്ട്. പുഴ ഒഴുകിപ്പോയ വഴി, ഇതിലേ ഒരു വഴി, പുഴ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നൊരു വഴി മാത്രമേ അവിടെയുള്ളൂ. അത് നോക്കി തോണിക്കാരനിരുന്നു. പുഴയാണ് തോണിക്കാരൻ്റെ ജീവിതം. പുഴ ഇല്ലാതായി, തോണിക്കാരൻ്റെ ജീവിതം പോയി. നദിയെ ജീവിച്ചിരുന്നവരുടെ തൊഴിൽ നഷ്ടമായി. ഒന്നും ചെയ്യാനില്ലാതെ നെടുവീർപ്പിട്ടിരിക്കുന്ന ഈ മനുഷ്യനെയും നദിയെയും എല്ലാം കൂടെ ലിങ്ക് ചെയ്തുകൊണ്ട് വെറും ഒറ്റ വരിയിൽ അയ്യപ്പൻ പറയുകയാണ്. അതുകൊണ്ടാണ് അയ്യപ്പൻ്റെ ഓരോ വരിയും ആശയങ്ങളുടെ വലിയൊരു ഖനിയായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. അയ്യപ്പൻ പറയുന്നുണ്ട്, ഒരു കവിതയിൽ ഇങ്ങനെ പറയുന്നുണ്ട്: മരണ വീട്ടിലെ മഴ തോരുന്നില്ല, മരണ വീട്ടിലെ മഴ തോരുന്നില്ല, ശപിച്ചു ബന്ധുക്കൾ. മഴയെ പ്രണയിച്ചവൻ്റെ മരണത്തിന് വരാനിരിക്കാനാവില്ലെന്ന് മഴയും. എന്തൊരു വൈരുദ്ധ്യങ്ങളെയാണ് കൊണ്ട് കൂട്ടിച്ചേർക്കുന്നത്. മഴ പെയ്തുകൊണ്ടിരിക്കുന്നു, ഈ മഴ തോരുന്നില്ലല്ലോ എന്ന് ശപിക്കുകയാണ് ബന്ധുക്കൾ. അപ്പോഴാണ് പറയുന്നത്, മഴയെ പ്രണയിച്ചവൻ്റെ ജീവിതത്തിന് വരാതിരിക്കാൻ എങ്ങനെ മഴയ്ക്ക് കഴിയും എന്ന്. ബന്ധങ്ങളുടെയും പ്രണയത്തിൻ്റെയും ദൃഢമായ ആഴങ്ങളെ ഇത്രയും ശക്തമായി വിളക്കിച്ചേർത്ത കവികൾ മലയാളത്തിൽ ചുരുക്കമാണ്. എപ്പോഴും അയ്യപ്പൻ എന്ന് പറയുന്ന കവി എപ്പോഴും ഒരുതരം അനാർക്കിക്കിൻ്റെ ജീവിതമാണ് നയിച്ചതെന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ നമ്മൾ അറിയേണ്ടത്, ജീവിതത്തിൽ അയ്യപ്പൻ എന്ന് പറയുന്ന കവി ഒരു അനാർക്കിക്കായിരുന്നു. പക്ഷേ കവിതയിൽ അദ്ദേഹം അനാർക്കിക്കായിരുന്നില്ല. ഈ കവിതയും അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തെ തമ്മിൽ ബന്ധപ്പെടുത്തി ഒരുപാട് തെറ്റായ നിരീക്ഷണങ്ങളുണ്ട്. ഒരെഴുത്തുകാരൻ്റെ ജീവിതത്തെ നമ്മൾ പഠിക്കേണ്ടതും വിലയിരുത്തേണ്ടതും അയാളുടെ വ്യക്തി ജീവിതത്തിൻ്റെ ശൈഥില്യങ്ങളെയും അതിലെ താളപ്പൊരുത്തങ്ങളെയും കുറിച്ച് പഠിച്ചിട്ടല്ല. ലിയോ ടോൾസ്റ്റോയ് എന്ന് പറയുന്ന മനുഷ്യൻ ലോകം കണ്ട ഏറ്റവും വലിയ എഴുത്തുകാരനായി നാം വാഴ്ത്തുന്നു. വാർ ആൻഡ് പീസിനെ കുറിച്ച് നമ്മൾ പറയുന്നു. പക്ഷേ തൻ്റെ വീട്ടിൽ ജോലിക്ക് നിന്ന വേലക്കാരിയെ മാനഭംഗപ്പെടുത്തിയ ഒരു ചരിത്രം ടോൾസ്റ്റോയ്ക്കുണ്ട്. അത് വെച്ചിട്ടല്ല നമ്മൾ ടോൾസ്റ്റോയെ പറയുന്നത്. വാർ ആൻഡ് പീസ് എഴുതിയ എഴുത്തുകാരനെ കുറിച്ചാണ്, അന്ന കരനീന എഴുതിയ എഴുത്തുകാരനെ കുറിച്ചാണ്. വ്യക്തി ജീവിതത്തെയും സാഹിത്യത്തെയും തമ്മിൽ ആവശ്യമില്ലാത്ത കേന്ദ്രങ്ങളിലെല്ലാം കൊണ്ടുചെന്ന് ബന്ധപ്പെടുത്തിക്കൊണ്ട് കവിതയെയും സാഹിത്യത്തെയും വിലയിരുത്തുന്ന പ്രവണത
വളരെ മോശമാണ്, അനാരോഗ്യകരമാണ്. നിർഭാഗ്യവശാൽ അയ്യപ്പൻ എന്ന കവിതയെക്കുറിച്ച് സംസാരിച്ചപ്പോഴെല്ലാം ഇങ്ങനെയാണ് ആളുകൾ ചെയ്തിരുന്നത്. ഒരനാക്കിക്കാണ് അരാജകവാദിയാണെന്ന് പറഞ്ഞ അയ്യപ്പൻ്റെ കവിതകളിലൂടെ സൂക്ഷ്മമായി സഞ്ചരിക്കുമ്പോൾ നമുക്ക് അറിയാം അയ്യപ്പൻ ഒരു ഓപ്റ്റിമിസ്റ്റ് കൂടിയായിരുന്നു. ഇവിടെ അഡ്വക്കേറ്റ് സജിനാഥ് പറഞ്ഞതുപോലെ കമ്മ്യൂണിസത്തെക്കുറിച്ച് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു കമ്മ്യൂണിസ്റ്റാണ്, പക്ഷേ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ പ്രവർത്തകനായിരുന്നില്ല. ഒരു കമ്മ്യൂണിസ്റ്റ് എഴുത്തുകാരനുള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അയ്യപ്പന് നഷ്ടപ്പെട്ട ചങ്ങാതിമാരെല്ലാം നാളെ വരുമെന്ന് സ്വപ്നം കാണുന്നു ഞാൻ എന്ന് എഴുതാൻ പറ്റുന്നത്. എന്നെ നഷ്ടപ്പെട്ട ചങ്ങാതിമാരെല്ലാം ഒരു കാലത്ത് നാളെ ഒരിക്കൽ എന്നിലേക്ക് തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് സ്വപ്നം കാണുന്നു ഞാൻ എന്ന് എഴുതണമെങ്കിൽ ഉള്ളിൽ എവിടെയോ ഒരു ഓപ്റ്റിമിസ്റ്റിൻ്റെ സാന്നിധ്യം ഉള്ള ഒരാൾക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ. അതേസമയം സ്വയം ശിക്ഷിക്കപ്പെട്ട, പലപ്പോഴും ഒരു മസോക്കിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്വയം പീഡിപ്പിച്ചതിൽ രസിക്കുക, അത്തരത്തിലുള്ള ഒരു മസോക്കിസ്റ്റ് പ്രവണതയും അയ്യപ്പനിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയ്യപ്പനെ ഒരു കവിതയിൽ എഴുതുന്നുണ്ട്, ഞാൻ യന്ത്രത്തിൻ്റെ ചക്രത്തിൽപ്പെട്ട ഒരു വിരൽ ആണെന്ന്. യന്ത്രത്തിൻ്റെ ചക്രത്തിൽപ്പെട്ട ഒരു വിരലാണ് ഞാൻ. അത് ചതഞ്ഞു പോകുമെന്നറിയാം. ജീവിതത്തിൽ ആർക്കോ വേണ്ടി സ്വയം ചതഞ്ഞുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ കൂടിയായിരുന്നു അയ്യപ്പൻ എന്ന് പറയുന്ന കവി. അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതം തന്നെ, ഇവിടെ അഡ്വക്കേറ്റ് സജിനാഥ് അതിനെക്കുറിച്ച് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതം തന്നെ ഒരുപാട് പ്രശ്നങ്ങളിലായിരുന്നു. 1-ാമത്തെ വയസ്സിൽ അച്ഛൻ മരിച്ചു പോകുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എഴുതിയ ഒരു സന്ദർഭത്തിൽ എഴുതുന്നൊരു വാക്യമുണ്ട്, 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ഇലക്ഷനിൽ നിന്നു, ഞാൻ ഇലക്ഷനിൽ ജയിച്ചു, കൂട്ടുകാരെല്ലാം കൂടി എന്നെ തോളിൽ ചുമന്ന് മുദ്രാവാക്യം വിളിച്ച് വീട്ടിലേക്ക് വരുന്നു, ഞാൻ സന്തോഷത്തോടെ വീട്ടിലേക്ക് കയറുമ്പോൾ അമ്മയുടെ ശവവുമായി ആംബുലൻസും അവിടെ വന്നു എന്ന്. അയ്യപ്പൻ ഗദ്യം എഴുതുമ്പോഴും അനുഭവം എഴുതുമ്പോഴും അതിലൊരു കവിതയുണ്ട്. 1-ാം വയസ്സിൽ അച്ഛൻ ഭരിക്കുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഭ്രൂണഹത്യയ്ക്ക് ചെയ്യുന്ന ഇടയിൽ അതിൻ്റെ പ്രശ്നങ്ങളുണ്ടായി അമ്മ മരിക്കുന്നു. പിന്നെ പെങ്ങളുടെ സംരക്ഷണയിൽ കുറേ നാൾ ജീവിക്കുന്നു. പക്ഷേ ഈ മനുഷ്യൻ ഒരിടത്തും സ്വസ്ഥമായി നിൽക്കാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെ നിൽക്കുവാൻ കഴിയുന്ന ഒരാളായിരുന്നെങ്കിൽ അയ്യപ്പൻ എന്ന കവിയെ നമുക്ക് ലഭിക്കുമായിരുന്നില്ല. ഒരിക്കലും അസംതൃപ്തമായ മനസ്സുമായി സഞ്ചരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഒരു എഴുത്തുകാരനാകാൻ കഴിയൂ. പുതിയ കാലത്ത് എന്തുകൊണ്ട് നമുക്ക് ക്ലാസിക് കൃതികൾ പലപ്പോഴും ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ പുതിയ തലമുറയിൽ നിന്ന് ശ്രദ്ധേയമായ കൃതികൾ ഉണ്ടാകുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ സുരക്ഷിതത്വങ്ങളും, ജീവിതത്തിൻ്റെ എല്ലാ പകിട്ടുകളും, ജീവിതത്തിൻ്റെ എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിച്ച് ജീവിച്ചുകൊണ്ട് കിട്ടുന്ന സമയത്ത് ബാക്കി സമയത്ത് കവിത എഴുതാൻ പോകുന്നവരാണ്. അനുഭവങ്ങളുടെ ചൂടും പൊള്ളലുമില്ലാതെ എഴുതപ്പെടുന്നത് കൊണ്ടാണ് പുതിയ കാലത്തിൽ പുതിയ തലമുറയിൽ വരുന്ന എഴുത്തിൽ പലതിനും അനുഭവത്തിൻ്റെ തീഷ്ണതയില്ലാതെ പോകുന്നത്, അത് അതിജീവനത്തിൻ്റെ സാധ്യതകളിലേക്ക് പോകാതിരിക്കുന്നത്. ബോർഹസ് എന്ന് പറയുന്ന എഴുത്തുകാരൻ, ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരൻ, ഈ ലോകത്തെ ഒരു ലൈബ്രറിയായി കാണുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ ലോകം ഒരു ലൈബ്രറിയാണ്, ഈ ലോകത്തിൽ കാണുന്ന ഓരോന്നും ഓരോ പുസ്തകമാണ്. അയ്യപ്പൻ അങ്ങനെ ഒരാളായിരുന്നു. ലോകത്തെ ഒരു ലൈബ്രറിയായി കണ്ടു അദ്ദേഹം. പോകുന്ന എവിടെയും അദ്ദേഹത്തിന് വായിക്കുവാനുണ്ടായിരുന്നു. ഒരു മരം കണ്ടാൽ അതൊരു പുസ്തകമാണ്, അത് വായിക്കാനുണ്ട്, അതിൽ നിന്നൊരു കവിതയുമുണ്ട്. കാണുന്ന ഓരോ മനുഷ്യനും ഓരോ വലിയ അനുഭവങ്ങളുടെ മഹാസമുദ്രങ്ങളാണെന്ന് അയ്യപ്പൻ കരുതി. കേൾക്കുന്ന ഓരോ ശബ്ദത്തിലും അദ്ദേഹം കവിത കണ്ടെത്തി. ആദിമധ്യാന്തം കവിയായിരുന്നു അയ്യപ്പൻ എന്ന് പറയുന്നത്. നമുക്കെല്ലാവരെക്കുറിച്ചും അങ്ങനെ പറയാൻ കഴിയില്ല. പി കുഞ്ഞിരാമൻ നായർ എന്ന് പറയുന്ന കവിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അങ്ങനെ പറയാറുണ്ട്, ആദിമധ്യാന്തം കവികളായിരുന്നു എന്ന്. അയ്യപ്പൻ ഇങ്ങനെ ലഹരിക്കടിപ്പെട്ട് ജീവിക്കുന്നു എന്ന് പറയുമ്പോഴും എം.എൻ. വിജയൻ നടത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണമുണ്ട്. അദ്ദേഹം പറയുന്നത് മദ്യത്തിൻ്റെ വലിയ പ്രത്യേകതയുണ്ട്, അത് വ്യവസ്ഥകളെ അലിയിച്ചു കളയും. നിങ്ങൾക്ക് ആലോചിച്ച് കള്ളം പറയുവാനുള്ള മാനസികാവസ്ഥയെ അതില്ലാതാക്കി കളയും. മദ്യത്തിൻ്റെ പ്രത്യേകതയാണ്. നന്നായിട്ട് മദ്യപിച്ച് കഴിഞ്ഞാൽ നമുക്ക് കള്ളം പറയാൻ തോന്നത്തില്ല. കാരണം വ്യവസ്ഥകളെ അലിയിച്ചു കളയും. യുക്തിപരമായി ചിന്തിക്കുവാനുള്ള നമ്മുടെ കേപ്പബിലിറ്റി അതില്ലാതാക്കും. അപ്പോൾ നിങ്ങൾ സത്യസന്ധമായി സംസാരിക്കും. ഈ സത്യസന്ധത അയ്യപ്പൻ്റെ കവിതകളുണ്ടായിരുന്നു. കെ.പി. അയ്യപ്പൻ സാറിൻ്റെ വാക്കുപയോഗിച്ച് പറഞ്ഞാൽ അയ്യപ്പൻ്റെ കവിതയിൽ ഒരു മൃദംഗത്തിൻ്റെ കണ്ണുണ്ട്. എന്തൊരു പ്രയോഗങ്ങളാണ് കവിതയിൽ. മൃദംഗത്തിൻ്റെ കണ്ണെന്നൊക്കെ കവിതയിൽ പറയുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത പ്രയോഗങ്ങളാണ്. പക്ഷേ അപ്പൻ സാറിനെ പോലെ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമാണ് അയ്യപ്പൻ്റെ കവിതകളിലെ ആത്മാവിലേക്ക് ഇടയ്ക്കെങ്കിലും പ്രവേശിച്ചിട്ടുള്ളത്.
ബാക്കി എല്ലാവരും അയ്യപ്പൻ്റെ കവിതയ്ക്ക് പുറകെ പോവുകയായിരുന്നു, അല്ലെങ്കിൽ അയ്യപ്പൻ എന്ന് പറയുന്ന മനുഷ്യന് പുറകെ പോവുകയായിരുന്നു. തന്നെ വേട്ടയാടുന്ന ഒരാൾ അല്ലെങ്കിൽ തന്നെ വിമർശിക്കുന്നവരോട് തൻ്റെ കവിതകളെക്കുറിച്ച് വളരെ ആശങ്കാകുലമായി സംസാരിക്കുന്നവരോട് അയ്യപ്പൻ തൻ്റെ കവിതയിലൂടെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അയ്യപ്പൻ്റെ ഒരു കവിതയിൽ ഇങ്ങനെയാണ്: പാല് കൊടുത്ത കയ്യിൽ പാമ്പ് കടിക്കുമെന്ന് പഴഞ്ചൊല്ല്. നമ്മൾ അതിനെയാണ് എപ്പോഴും ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആളുകളെ ജീവിതത്തിൽ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴും ആൾക്കാർക്ക് സഹായം ചെയ്യുമ്പോഴും എല്ലാം നമ്മൾ ഈ പഴഞ്ചൊല്ലിനെയാണ് എടുക്കുന്നത്. പാല് കൊടുത്ത കയ്യിൽ പാമ്പ് കടിക്കും, പഴഞ്ചൊല്ല്. അയ്യപ്പൻ പറയുന്നു, പിന്നെയുമുണ്ടൊരു ചൊല്ല്, പാമ്പിനെ നോവിക്കരുത്. നമ്മൾ ജീവിതത്തിൽ മനഃപൂർവ്വം മറന്നു പോകുന്നതാണത്. പാമ്പിനെ നോവിക്കരുത് എന്ന പഴഞ്ചൊല്ല് മറന്നു പോവുകയും പാല് കൊടുത്ത കയ്യിൽ പാമ്പ് കടിക്കുമെന്നത് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ആവർത്തിച്ച് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നവരോടായിരുന്നു അയ്യപ്പൻ്റെ പ്രതിഷേധം. ഡോക്ടർ ആർ പ്രസന്നകുമാർ, എം ജി സുനിൽകുമാർ, പാമ്പുറം അരവിന്ദ്, വി രാധാകൃഷ്ണൻ, ഓരനല്ലൂർ ബാബു, കുടിക്കോട് വിശ്വൻ തുടങ്ങിയവർ അനുസ്മരണം രേഖപ്പെടുത്തുകയും കവിത ആലപിക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് അയ്യപ്പനെക്കുറിച്ച് വളരെ അദ്ദേഹത്തിൻ്റെ കവിതകളെക്കുറിച്ചൊന്നും വളരെ വിശാലമായൊന്നും ചർച്ച ചെയ്യാനായിട്ട് എനിക്ക് പറ്റില്ല. കാരണം എനിക്കൊരു പുസ്തകം ഞാൻ വാങ്ങിച്ചിരുന്നു അയ്യപ്പൻ മരിച്ചതിന് ശേഷം. ആ ഒരു പുസ്തകമാണ് അയ്യപ്പനെ കുറിച്ചുള്ളത്. പക്ഷേ അതെൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് എന്നെ തിരിച്ചു തന്നില്ല. അപ്പോൾ എനിക്കുള്ളൊരു അനുഭവം എന്ന് പറയുന്നത് ഇതാണ്: ഞാൻ അയ്യപ്പനുമായിട്ട് പ്രിയപ്പെട്ട കവി അയ്യപ്പനുമായിട്ട് ഒരു 15 മിനിറ്റ് സംസാരിച്ച അടുപ്പം മാത്രമേ എനിക്കുള്ളൂ. ഞാൻ സർവീസിലായിരുന്ന കാലഘട്ടത്തിൽ നേമത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. അപ്പം നേമം എന്ന് പറയുന്നത് കവിയുടെ സഹോദരിയുടെ വീട് നിലനിൽക്കുന്ന പ്രദേശമാണ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റിൽ എനിക്ക് വാടക വീടെടുത്ത് തന്ന പ്രിയപ്പെട്ട ഗോവൻ സാറ്, സൈനായ സാറിനൊക്കെ അറിയാം, ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സംസ്ഥാന നിർവാഹക സമിതി അംഗമൊക്കെ ആയിരുന്നു. അപ്പം ഞാനിവിടെ നിൽക്കുമ്പോൾ അപ്പുറത്ത് കാണാം. അപ്പോൾ ഒരു ദിവസം രാവിലെ ഞാൻ നോക്കിയപ്പം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ, പഴയ വീടാണ്, അപ്പം അദ്ദേഹം വേറെ താമസിക്കുകയാണ്. ഒരു തിട്ട പോലെ ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്, പഴയ വീടുകളുടെയൊക്കെ ഫ്രണ്ടിൽ ഞാൻ കെട്ടി വെച്ചേക്കും, അവിടെ ഇരിക്കുക ആളിന്. അപ്പം ഞാൻ നോക്കിയപ്പം കാണാൻ ഒരാളിരിക്കുന്നു. ഗോവൻ സാറ് ഒരു തോർത്തൊക്കെ തോളിലിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ ഇങ്ങനെ രാവിലെ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ ഇങ്ങനെ കൈ കാണിച്ചു, എനിക്കിത് ആരാണെന്ന് അറിയില്ല. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴേ ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അത് ആരാണെന്ന് അറിയാനായിട്ട്. എനിക്ക് കൃത്യമായിട്ട് എനിക്ക് ആ വ്യക്തിയെ പൂർണ്ണതായിട്ട് എനിക്ക് കിട്ടുന്നുമില്ല. ഇത്രയും നേരം കഴിഞ്ഞുകൊണ്ട് തന്നെ ഈ ഗോവൻ സാർ അദ്ദേഹത്തെ കയ്യിൽ പിടിക്കുന്നതും കൈവെട്ടിച്ച് പോകുന്നതുമാണ് ചിത്രം. എന്തായാലും കുറച്ച് സമയം കഴിഞ്ഞിട്ട് അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നു, ഗോവസാറിൻ്റെ കൂടെ വന്ന. അപ്പോൾ ചിട്ടവട്ടങ്ങളൊന്നും അദ്ദേഹത്തിന് ഇഷ്ടമല്ല. നമ്മൾ തൊഴുകുന്നതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യം അങ്ങനെയൊന്നുമില്ല. അദ്ദേഹം വന്നിരുന്നു, അവൻ പറഞ്ഞു ഇതാണ് കവി അയ്യപ്പൻ. അപ്പോഴും ഞാൻ വിഷ് ചെയ്യാൻ ശ്രമിച്ചിട്ടൊന്നും അദ്ദേഹം തിരിച്ച് വിഷ് ചെയ്തൊന്നുമില്ല. ചിട്ടകളൊന്നുമില്ല അദ്ദേഹത്തിന്, അത് ആരുടെയും അങ്ങനെയില്ല ഒരു. പക്ഷെ അദ്ദേഹം നടന്നു വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, വളരെ വേദനയുള്ളൊരു ഹൃദയം മനുഷ്യരൂപം പൂണ്ട് ഞാൻ ചിരിച്ചുകൊണ്ട് വന്നാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെയാണ് എനിക്കത് തോന്നിയത്. അദ്ദേഹം വന്നിരുന്നുകൊണ്ട് തന്നെ പറഞ്ഞു, എന്നും മിക്കവാറും രാവിലെ വരും വീട്ടിൽ, പുട്ടും കടലയും വളരെ ഇഷ്ടമാണ്. അപ്പോൾ അമ്മ ഉണ്ടാക്കുന്ന പുട്ടും കടലയും വന്ന് കഴിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അപ്പോൾ എൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്നപ്പോഴേ ഗോവൻ സാറ് പറഞ്ഞത് ഇങ്ങേരിക്ക് ഇച്ചിരി എഴുത്തിൻ്റെ അസുഖമുള്ള ഒരാളാണ്. അപ്പോൾ ഒന്നും പറഞ്ഞൊന്നുമില്ല, വേറൊന്നും പറയുന്നില്ല. അപ്പം ഗോവൻ സാറ് പറഞ്ഞ് അത് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഈ വല്ലപ്പോഴും ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന അവസരത്തിൽ കുറിച്ച് വെച്ചേക്കുന്ന ചില സാധനങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുസ്തകത്തിൻ്റെ പുറത്ത് ഞാൻ എഴുതിയേക്കുന്നത് ഇങ്ങനെയാണ്: കവിയല്ല ഞാൻ, നീറും കരളുള്ള മാനവക്കോലം എന്നിങ്ങനെ ഞാൻ എഴുതി വെച്ചിരുന്നു എൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ ഇങ്ങനെ പുള്ളിക്കാരൻ നോക്കി, എന്നിട്ട് അകത്തോട്ടൊക്കെ ഒന്ന് മറിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഭയങ്കര ശുഭാബ്ദി വിശ്വാസക്കാരനാണ് ഇല്ലയോ എന്ന് ചോദിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറേ പേപ്പറുകൾ മടക്കി വെച്ചിട്ടുണ്ട് പോക്കറ്റിലൊക്കെ. അപ്പോൾ ഗോവ സാറ് പറഞ്ഞു, എനിക്ക് രാവിലെ ഒരു കവിത തന്നു, ഞാൻ 5 രൂപ കൊടുത്തു. 5 രൂപയ്ക്കാണ് കവിത വിൽക്കുന്നത്. അപ്പോൾ കവിത വിൽക്കുന്ന ഒരാളിനെ ഞാൻ ആദ്യമായിട്ട് കാണുക. അപ്പോൾ
ഗോവൻ സാറിന് എഴുതി കൊടുത്ത കവിത ഇതായിരുന്നു: അപകടത്തിൽ മരിച്ചവൻ്റെ ചോരയിൽ ചവിട്ടി ജനം നിൽക്കെ മരിച്ചവൻ്റെ പോക്കറ്റിലെ 5 രൂപ നോട്ടിലായിരുന്നു എൻ്റെ കണ്ണ്. ഇതെന്നെ വല്ലാത്തൊരു അസ്വസ്ഥമാക്കിയ ഒരു സംഭവമായിരുന്നു. ഗോവൻ സാറിന് ഒരു പീറ കടലാസിനകത്ത് ഇങ്ങനെ കുറിച്ച് കൊടുത്തിരിക്കുകയാണ്. എന്താണ്? കാറപകടത്തിൽ മരിച്ചവൻ്റെ ചോരയിൽ ചവിട്ടി ജനം നിൽക്കെ മരിച്ചവൻ്റെ പോക്കറ്റിലെ 5 രൂപ നോട്ടിലായിരുന്നു എൻ്റെ കണ്ണ്. അപ്പോൾ എനിക്ക് സാറ് ആ പേപ്പറിൻ്റെ ഷേപ്പൊക്കെ വല്ലാത്ത രീതിയിലാണ്. നേരത്തെ ശ്രീകുമാർ സാർ, ഇളവൂർ ശ്രീകുമാർ സാർ പറഞ്ഞു പോയ, മരിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു കൈപ്പത്തിയിൽ ഇങ്ങനെ പിടിച്ചു വെച്ചിരുന്ന ഒരു കവിതയുണ്ട്. അദ്ദേഹം എപ്പോഴും അങ്ങനെയാണ്, കവിത വിൽക്കുന്ന ആളാണ്. അപ്പോൾ പോകാൻ നേരത്ത് വേറൊന്നും പറഞ്ഞില്ല, ഞാൻ ഇറങ്ങി പോവുകയാണ്. പോകാൻ നേരത്ത് എനിക്ക് ഒരെണ്ണം എഴുതി തന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ഗോവൻ സാറ് പറഞ്ഞ് 5 രൂപ കൂടുതൽ കൊടുക്കരുതെന്ന് പറഞ്ഞു. 5 രൂപ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അത് വേറെ വിഷയമാണ്. സാറ് നേരെ സൂചിപ്പിച്ചാണ്, ഞാനങ്ങനെ പറയുന്നത് ശരിയല്ല അയ്യപ്പനെക്കുറിച്ച് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ. പ്രണയിക്കുക, ഒന്നുകിൽ ഒരു കാമുകനാകാം. നേരത്തെ പ്രണയത്തെക്കുറിച്ച് സാറ് പറഞ്ഞപ്പോഴേ ഞാൻ ചിന്തിച്ചതാണ്. അല്ലെങ്കിൽ ഒരു കവിയാകാം. എനിക്ക് തോന്നുന്നത് ഞാൻ ഈ പുസ്തകം എടുത്ത് കൊടുത്തോണ്ടായിരിക്കും. ഞാനങ്ങനെ ഒരു കവിയൊന്നുമല്ല, പക്ഷെ കുറേ കവിതകളൊക്കെ എഴുതും. അത് എഴുതിയെല്ലാം കൂടെ എടുത്ത് പുസ്തകമായിട്ട് ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ എഴുതി പോയൊരു മനുഷ്യനെ മനസ്സിലൊരു നൊമ്പരം തന്നിരുന്നു. ഇദ്ദേഹം പരിചയപ്പെടുന്ന ആൾക്കാർ പല രൂപത്തിലുള്ളതുണ്ട്. ഒന്ന്, ഒരു നൊമ്പരം പോലെ കാണുന്നവരുണ്ട്. രണ്ടാമത്, ഇദ്ദേഹത്തിൻ്റെ കൂടെ നടന്ന മറ്റു ചില പ്രയോജനങ്ങളുണ്ട്. അപ്പം അന്ന് ഞാൻ കേട്ടതെന്ന് പറഞ്ഞാൽ, ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കവിത വാങ്ങിച്ചിട്ട് ഇതിനകത്ത് കവി അയ്യപ്പനൊന്നും എഴുതി കൊടുക്കത്തില്ല. ഇദ്ദേഹം എഴുതി കൊടുത്ത കവിതകളെ സ്വന്തം കവിതകളാക്കി മാറ്റിയ പലരും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അവിടെ വെച്ച് ഈ ഗോവൻ സാർ എന്നോട് പറഞ്ഞത്. പലരും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നീട് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്, ഈ നമ്മളൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴേ, അന്ന് ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് പോകുമ്പോഴേ ഇദ്ദേഹം ഇങ്ങനെ അലയുന്ന, സാറ് നേരത്തെ പറഞ്ഞതാണ്, തെരുവുകളിൽ ഇങ്ങനെ അലയുക. അതുകൊണ്ടാണ് വെയിൽ തിന്ന പക്ഷി എന്നുള്ളൊരു കവിത അദ്ദേഹം എഴുതിയിട്ടുണ്ട്. സത്യത്തിൽ വെയിൽ തിന്ന് കിടക്കുന്ന പക്ഷി തന്നെയായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഈ നമ്മുടെ കിഴക്കേക്കോട്ടയിൽ ഇപ്പുറത്തെ അവിടെ വന്നിരിക്കുമ്പം കപ്പലണ്ടിയെക്കുറിച്ച് ചിലപ്പോൾ ആരെങ്കിലും ഓടി വരും, നേരെ തണക്കോല തന്നെ പിടിച്ച്, പൈസ വേണം അദ്ദേഹത്തിന്, അത് ഇതേ ഉള്ളൂ, ഒരു കവിത കൊടുത്ത് കവിത വിറ്റ്. അപ്പോൾ അതിൻ്റെ വേറൊരു പ്രകടനമായിരുന്നു സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കവിതയുമായിട്ട് ഈ പല മാസികകളിലും കയറി ഇറങ്ങുന്ന ഒരു കാര്യം സാർ സൂചിപ്പിച്ചു. അപ്പോൾ ഇങ്ങനെ കവിത വിറ്റ് ജീവിക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടത്. പക്ഷേ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, അപ്പോൾ 2008 ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. 2010 അദ്ദേഹം മരിച്ചു. അപ്പം നേമത്തൊരു അനുസ്മരണ സമ്മേളനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ ശ്രോതാവായിട്ട് പോയിരിക്കുകയാണ്. പക്ഷെ അവിടെ ഈ അനുസ്മരണത്തിൽ വലിയ ആൾക്കാരൊന്നുമല്ല വന്നത്. പക്ഷെ അവിടെ വന്നവരെല്ലാം സാധാരണക്കാരായ ആൾക്കാരായിരുന്നു. അപ്പോൾ അതിൽ ഒരാൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇദ്ദേഹം എഴുതുന്നത് ഞങ്ങളുടെ ജീവിത ഭാഷയിലാണ് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം എഴുതുന്നതൊക്കെ തന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. നേരത്തെ നിഴലിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ബിംബങ്ങളുടെ കാര്യം പറഞ്ഞാലും അത് പെട്ടെന്ന് മനസ്സിലാവുന്ന, ജനങ്ങൾക്ക് മനസ്സിലാവുന്നൊരു ഭാഷ അതിലുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ, നമ്മൾ ഈ വേർഡ്സ്വർത്തിൻ്റെയൊക്കെ ലിറ്റററി ക്രിറ്റിക്സ് നമ്മൾ പരിശോധിച്ചാൽ വേർഡ്സ്വർത്ത് പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ഈ കവിത എഴുതുന്നത് എപ്പോഴും സാധാരണക്കാരുടെ ഭാഷയിലായിരിക്കണം, സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവണം, ആ ഭാഷയിലാണ് നമ്മൾ എഴുതേണ്ടത്. അങ്ങനെ ഒരു രീതിശാസ്ത്രം അദ്ദേഹം വളർത്തിയെടുത്തിരുന്നു, അല്ലെങ്കിൽ കൊണ്ടുപോയിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മൗലികതയാണ്. ഈ നിമിഷ നേരം കൊണ്ട് ഇങ്ങനെ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കവിത ഒരു പേപ്പർ കീറിയിട്ട് പോക്കറ്റിലിരിപ്പുണ്ട്, കയ്യിലിരിപ്പുണ്ട്, അതിനകത്ത് ഇങ്ങനെ പെട്ടെന്ന് എഴുതി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും മൗലികതയുള്ളൊരു കവിയെ നമുക്ക് കാണാൻ പറ്റത്തില്ല. കാരണം നമുക്കൊക്കെ ഒരെണ്ണം എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്കൊരുപാട് സമയം അതിനൊക്കെ വേണ്ടി വരും. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഓർത്തത്, അയ്യപ്പന് ആ റീത്ത് വയ്ക്കുന്ന ദിവസത്തെക്കുറിച്ചാണ്.
സാധാരണ വലിയ നേതാക്കന്മാരും അല്ലെങ്കിൽ വലിയ പണ്ഡിതന്മാരൊക്കെ മരിക്കുമ്പോൾ വലിയ വലിയ ആളുകൾ വന്നിരുന്ന് പുറത്ത് വന്നിരുന്ന് ചർച്ചകളും അതിൻ്റെ ശരിതെറ്റ് ചെറിയൊരു ബഹളമെങ്കിലും ഉണ്ടാകും. പക്ഷേ അയ്യപ്പൻ്റെ ആ മരണ ദിവസം വിജയ് ഹാളിൽ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരാളും പരസ്പരം സംസാരിച്ചിരുന്നില്ല. പകരം അദ്ദേഹത്തിൻ്റെ കവിതകൾ അദ്ദേഹം പാടിയത് നിരന്തരം ഇങ്ങനെ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളായിട്ടുള്ള ആളുകളും മറ്റ് സ്നേഹിതരുമൊക്കെ വളരെ ദയനീയമായ ഒരു കാഴ്ചയിൽ വളരെ ദുഃഖിതരായിരിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു ഞാൻ അവിടെ ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ 10 മണി തൊട്ട് 2:30 മണി വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ നിമിഷം മുതൽ എന്നല്ല, അതിനു മുമ്പ് തന്നെ എൻ്റെ ജ്യേഷ്ഠൻ ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തോട് കൂട്ടുണ്ടായിരുന്നു. ഈ ഫിലിം ഫെസ്റ്റിവൽ നടക്കുമ്പോൾ അവിടെ പോയിരുന്ന കാലത്ത് ഇവരുടെ കൂടെ ആയിരുന്നു അയ്യപ്പൻ എന്നുള്ള കഥകൾ വീട്ടിലെപ്പോഴും പറയുകയും അയ്യപ്പൻ്റെ ധാരാളം പുസ്തകങ്ങൾ വീട്ടിൽ ജ്യേഷ്ഠൻ വരുത്തുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ കവിതകളെക്കുറിച്ചും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് മരണത്തിന് ഒരു റീത്ത് വയ്ക്കാൻ മാത്രമാണ് എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് അന്നേരം ആണ് ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖം പോലും അടുത്ത് കാണുന്നത്. പക്ഷേ അവിടെ മുഴുകിക്കേട്ട അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലുള്ള ആ കവിതകളിൽ ഒരെണ്ണം അത്താഴമാണ്. അത് ഞാൻ ഈ അവസരത്തിൽ ഒന്ന് പാരായണം ചെയ്യാം. കാറപകടത്തിൽപ്പെട്ട് മരിച്ച വഴിയാത്രക്കാരൻ്റെ ചോരയിൽ ചവിട്ടി ആൾക്കൂട്ടം നിൽക്കേ മരിച്ചവൻ്റെ പോക്കറ്റിൽ നിന്നും തെറിച്ച 5 രൂപയിലായിരുന്നു എൻ്റെ കണ്ണ്. കാറപകടത്തിൽപ്പെട്ട് മരിച്ച വഴിയാത്രക്കാരൻ്റെ ചോരയിൽ ചവിട്ടി ആൾക്കൂട്ടം നിൽക്കേ മരിച്ചവൻ്റെ പോക്കറ്റിൽ നിന്നും പറന്ന 5 രൂപയിലായിരുന്നു എൻ്റെ കണ്ണ്. ഞാനുണ്ടായിട്ടും താലിയെറുത്ത കെട്ടിയോൾ, എൻ്റെ കുട്ടികൾ, വിശപ്പ്, നോക്കുകുത്തികൾ. ഇന്നത്തെ അത്താഴം ഇതുകൊണ്ടാകാം. ഈ രാത്രിയിൽ അത്താഴത്തിൻ്റെ രുചിയോടെ ഉറങ്ങുന്ന എൻ്റെ മക്കൾ, അരവയറോടെ അച്ചിയും ഞാനും. മരിച്ചവൻ്റെ പോസ്റ്റ്മോർട്ടമോ ശവദാഹമോ കഴിഞ്ഞിരിക്കാം. അടയുന്ന കൺപോളകളോടെ ഓർക്കുവാൻ ശ്രമിക്കുന്നു ചോരയിൽ ചവിട്ടി നിൽക്കുന്ന ആൾക്കൂട്ടം. അത്താഴം. അയ്യപ്പൻ കവിതകളെ സംബന്ധിച്ച് ഇവിടെ സമഗ്രമായ രീതിയിൽ തന്നെ വിഷയം അവതരിപ്പിച്ചു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. വൈരുദ്ധ്യങ്ങളിൽ നിന്ന് സാമ്യതയും ശത്രുതയിൽ നിന്ന് മിത്രതയും തിരിച്ചും എല്ലാത്തിനും തിരിച്ചും, അതുപോലെ ആക്രമണത്തിൽ നിന്ന് അനാക്രമണത്തിൻ്റെയും വഴികൾ കണ്ടെത്തിയ ഒരു കവിയായിരുന്നു അയ്യപ്പൻ എന്ന് പറയാനാണ് എനിക്കിഷ്ടം. അതുപോലെ അദ്ദേഹത്തിൻ്റെ കവിതകൾ വളരെ കുറച്ച് മാത്രമേ വായിച്ചിട്ടുള്ളൂ. കുറച്ചല്ല 4-5 പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അത് വളരെ മുമ്പ് ഉള്ള കാലത്താണ് ഞാനത് വായിച്ചിരുന്നത് പലതും. പിന്നെ ഞാൻ വായിക്കാൻ തുടങ്ങിയത് ശ്രീ വിശ്വംകുടിക്കോട് ഇരിപ്പുണ്ട്. അതുപോലെ ശ്രീ സജിനാഥൊക്കെ സംഘടിപ്പിച്ച അദ്ദേഹത്തിൻ്റെ അനുസ്മരണ സമ്മേളനത്തിലാണ് പിന്നെ അദ്ദേഹത്തെ പറ്റി കൂടുതൽ വായിക്കാനുള്ള അവസരങ്ങളും കൂടുതൽ കേൾക്കാനുള്ള അവസരങ്ങളും ഉണ്ടായത്. പിന്നെ വായനശാലകളൊന്നും ചെന്നാലൊന്നും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ കിട്ടത്തില്ല. അതുപോലെ ഞാൻ നേരത്തെ ഇവരോട് പറഞ്ഞതാണ്, എം ഗോവിന്ദൻ്റെ പുസ്തകങ്ങളും വായനശാലകളിൽ ചെന്നാൽ നമുക്ക് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില വ്യക്തിത്വങ്ങളുടെ കൂട്ടത്തിൽ വ്യത്യസ്തനായി നിന്ന, അതായത് കവിതയുടെ നമ്മൾ പിന്തുടർന്ന് വന്ന ചിട്ടവട്ടങ്ങളൊക്കെ പാടി മാറ്റി വച്ചിട്ട് മനുഷ്യന് വേണ്ടി കവിത എഴുതിയൊരു കവിയായിരുന്നു അയ്യപ്പൻ എന്ന് പറയും. പക്ഷേ സാധാരണക്കാരൊക്കെ ഒറ്റ വായനയിൽ അത് പലതും മനസ്സിലാക്കാൻ പ്രയാസമായിരുന്നു എങ്കിൽ തന്നെയും സാധാരണക്കാരൻ്റെ കാര്യം തന്നെയാണ് അദ്ദേഹം എഴുതുന്നത്. ഞാൻ വായിച്ചിട്ടുള്ള കവിതകൾ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് നെറ്റിയൊന്ന് ചുളിക്കേണ്ടി വന്നു. കാരണം ഞാൻ തന്നെ ആലോചിച്ചിട്ട് ഇതെന്താ ഇങ്ങനെ. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്
അതാണ് കവിത. അങ്ങനെ എഴുതാണ് കവിത. ശക്തമായ കവിതകൾ നമുക്ക് കാണണമെങ്കിൽ അയ്യപ്പൻ്റെ രചനകൾ വായിക്കണം എന്ന്. അതായത് ചെറിയ ചെറിയ കവിതകൾ. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെയാണ് കുറച്ചുകൂടി വായന തുടങ്ങിയത്. അയ്യപ്പൻ്റെ കവിതകൾ കൂടുതലായിട്ട് വായിക്കാൻ തുടങ്ങിയത്. എന്ന് വെച്ച് ഞാൻ മുഴുവനൊന്നും വായിച്ചു കഴിഞ്ഞിട്ടില്ല. കുറച്ച് കാര്യങ്ങളെ വായിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അത് ഞാൻ കൂടുതലായിട്ടൊന്നും അതേപ്പറ്റി പറയുന്നില്ല. പറയാൻ ഒരുപാടുണ്ട്, കാരണം സമയം അതിക്രമിച്ചു. എനിക്ക് 1-2 കവിത ചൊല്ലുന്നതിനുള്ള അവസരത്തിനാണ് എന്നെ പ്ലാക്കാട് ശ്രീകുമാർ എന്നെ ക്ഷണിച്ചത്. അതുകൊണ്ട് കവിതയിലേക്ക് കിടക്കാം. അയ്യപ്പൻ്റെ കവിതയാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, അതുപോലെ തന്നെ ശ്രീകുമാർ സംസാരിച്ചപ്പോഴും സൈദാർ സംസാരിച്ചപ്പോഴും ഒക്കെ പറഞ്ഞു, ഞാൻ പേരെടുത്ത് വിളിക്കുന്ന എല്ലാവരും എന്നെക്കാൾ ഇളയ ആളാണ്. അതുകൊണ്ട് അത് മാത്രമല്ല, അടുത്ത സുഹൃത്തുക്കളുമാണ് എല്ലാവരും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ക്ഷമിക്കുക. കവിതയുടെ ചിട്ടവട്ടങ്ങളിൽ നിന്ന് മാറി സഞ്ചരിച്ച ഒരാളായതുകൊണ്ട് അദ്ദേഹം നേരത്തെ ഇളയൂർ ശ്രീകുമാർ സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു, അദ്ദേഹത്തിന് കവിതയുടെ ചിട്ടവട്ടങ്ങളൊന്നും അത്ര ഇഷ്ടമുണ്ടായിരുന്ന ആളല്ല. പക്ഷേ അദ്ദേഹം വൃത്തം അനുസരിച്ച് കവിത എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൃത്തവുമായി ബന്ധപ്പെട്ട, വൃത്തത്തിനോട് അടുത്ത് നിൽക്കുന്ന, കേകവൃത്തവുമായി അടുത്ത് നിൽക്കുന്ന ഒരു കവിതയാണ് ഞാനിവിടെ ചൊല്ലാൻ ഉദ്ദേശിക്കുന്നത്. ചൊൽക്കവിതകൾ അല്ല അദ്ദേഹത്തിൻ്റെ കവിതകൾ കൂടുതലും. എങ്കിലും MG ശ്രീകുമാർ വേറെ രീതിയിലൊരു കവിത അവതരിപ്പിച്ചു. മരിക്കുന്നെൻ്റെ പക്ഷി. അദ്ദേഹത്തിൻ്റെ കവിതകളിൽ പല സ്ഥലങ്ങളിലും വന്ന് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് പദങ്ങളും അദ്ദേഹത്തിൻ്റെ പല കവിതകളിലും ഞാൻ വായിച്ചപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്, കണ്ടുണ്ട്. 10 സെക്കൻഡേയുള്ളൂ വസ്ത്രത്താൽ മുഖം മൂടാൻ. 10 സെക്കൻഡേയുള്ളൂ വസ്ത്രത്താൽ മുഖം മൂടാൻ. സ്ഥിതിയിലെ മിടിപ്പിന് വേഗത കുറയുന്നു. സ്ഥിതിയിലെ മിടിപ്പിന് വേഗത കുറയുന്നു. വജ്രസൂചിയാൽ കീറാം സ്ഫടികവാതായനം. വജ്രസൂചിയാൽ കീറാം സ്ഫടികവാതായനം. സ്പന്ദമാഭിനികൾക്ക് പകരാം മഞ്ചാമ്പനി. തലച്ചോറൊരു പുഷ്പം വലം വയ്ക്കുന്നു ഭൃംഗം. തലച്ചോറൊരു പുഷ്പം വലം വയ്ക്കുന്നു ഭൃംഗം. ഉലയാം ഹൃദയത്തിൽ വെളുത്ത രക്താണുക്കൾ. ഉലയാം ഹൃദയത്തിൽ വെളുത്ത രക്താണുക്കൾ. കുടിച്ചു തീർക്കുന്നെൻ്റെ ജീവനെ വറ്റിത്തീർന്നൻ. കുടിവെള്ളത്തിൻ കിണർ മരിക്കുന്നെൻ്റെ പക്ഷി. കുടിച്ചു തീർക്കുന്നെൻ്റെ ജീവനെ വറ്റിത്തീർന്നൻ. കുടിവെള്ളത്തിൻ കിണർ മരിക്കുന്നെൻ്റെ പക്ഷി. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഈ ലഘു കവിത. ഇനി അദ്ദേഹത്തെപ്പറ്റി ഞാൻ എഴുതിയൊരു കവിതയും കൂടെ ചൊല്ലിക്കൊണ്ട് തൽക്കാലം ഇവിടെ വാങ്ങാം. കവിതകൾ കുറേ കൊണ്ടുകൊണ്ട് തൊട്ട്, പക്ഷേ ഞാനെല്ലാം ഇവിടെ അവതരിപ്പിക്കാനുള്ള സമയമല്ലാത്തത് കൊണ്ട് ഈ കാര്യം കൊണ്ട് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഇവിടെ പറഞ്ഞ പല കാര്യങ്ങൾക്കും വിരുദ്ധമായിരിക്കും ചിലപ്പോൾ ഞാൻ എഴുതിയ വരികൾ എങ്കിലും അതിലേക്ക് കിടക്കുകയാണ്. ഒരൊറ്റയാൻ്റെ ചരിതത്തിലൂടെ എന്നാണ് ഇതിൻ്റെ കൊടുത്തിരിക്കുന്ന പേര്. അഹംഭാവിയല്ലാതെ അഹങ്കാരിയായൊരാൾ. അഹംഭാവിയല്ലാതെ അഹങ്കാരിയായൊരാൾ. അക്ഷരക്കൂട്ടുകൊണ്ടമ്മാനമാടിയോൻ താന്തനാണെങ്കിലും
താന്തോന്നിയായവൻ പ്രാന്തമാം ചിന്തയും പേറി നടന്നവൻ. താന്തനാണെങ്കിലും താന്തോന്നിയായവൻ പ്രാന്തമാം ചിന്തയും പേറി നടന്നവൻ. തന്ത്രം പഠിക്കാതെ താന്ത്രികനായവൻ, മന്ത്രം പഠിക്കാതെ മാന്ത്രികനായവൻ, രചനയിൽ ശൈലിയിൽ വീറും നിറച്ചവൻ, വാചോ ഗുണത്തിൽ വിളക്കു തെളിച്ചവൻ. ചേതോഹരം നിൻ പദാവലി പ്രണതികൾ, തേജോമയം ജീവശബ്ദപ്രവാഹികൾ, സാരഗർഭം നിൻ്റെ വശ്യപ്രരോചനം. എനിക്ക് കവി അയ്യപ്പനുമായിട്ട് നേരിട്ട് അങ്ങനെ പരിചയമില്ല. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിച്ചിവിടെ പ്രസന്നകുമാർ സാറിനൊക്കെ ആ നേരിട്ടുള്ള അനുഭവം പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത ഒരു ആശ്ചര്യമാണ് തോന്നിയത്. അതായത് നമ്മുടെ ഒരു രീതി, സമൂഹം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു ജീവിത രീതിയുണ്ട്. എന്നാൽ ഇങ്ങനെ ജീവിച്ചാൽ എന്താണ് കുഴപ്പം? ആ ഒരു പുതിയ ജീവിത രീതി സമൂഹത്തിന് മുന്നിൽ ഒരു വെല്ലുവിളി പോലെ ഉയർത്തിയ ഒരു പച്ച മനുഷ്യൻ. നമ്മൾ മനസ്സിലാക്കി വച്ചിരിക്കുന്ന സാഹിത്യ രീതിയുണ്ട്, കവിതാ രീതിയുണ്ട്. അതിൽ നിന്നൊക്കെ മാറി ഇങ്ങനെ കവിത എഴുതിയാൽ എന്താ കുഴപ്പം എന്ന് നമ്മളെ വെല്ലുവിളിച്ച്, സമൂഹത്തെ വെല്ലുവിളിച്ച് നമ്മളോട് ചോദിച്ച ഒരു മഹാകവി, ഞാൻ മഹാകവി അയ്യപ്പൻ എന്ന് പരിചയപ്പെടുത്തി സമൂഹത്തെ പരിചയപ്പെടുത്തുന്ന ഒരു മഹാകവി. നമ്മുടെ സാഹിത്യ തറവാട്ടിലെ സിംഹാസനങ്ങൾ കൈയടക്കി ഇരിക്കുന്നവരുടെ മുന്നിൽ ഇതാ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി അയ്യപ്പൻ എന്ന് അയ്യപ്പനെ പരിചയപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ആമുഖമായി പരിശോധിക്കണം എന്ന് മാത്രം തുടക്കത്തിൽ പറഞ്ഞുകൊണ്ട്, ഇവിടെ എനിക്ക് അയ്യപ്പനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു, പഠിക്കാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷം നിങ്ങളോടൊപ്പം പങ്കുവെച്ചുകൊണ്ട് അയ്യപ്പനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മലയാള കവിതയിലെ തീഷ്ണവും അസാധാരണവുമായ ഒരനുഭവമാണ് അയ്യപ്പൻ. ജീവിതവും കവിതയും തമ്മിലുള്ള അതിർവരമ്പുകൾ അയ്യപ്പൻ കവിതയിലില്ല. ജീവിതത്തിന്, കവിതയ്ക്ക് ചില അതിർവരമ്പുകൾ ഇട്ടിട്ടുണ്ട്. പക്ഷേ അയ്യപ്പൻ്റെ കവിതയിൽ ജീവിതം തന്നെയാണ് അയ്യപ്പന് കവിത, കവിതയാണ് അയ്യപ്പന് ജീവിതവും. തൻ്റെ ജീവിതം കവിതയും അലച്ചിലുകളുമാണ്, വേദനകളാണ്, പ്രണയത്തിന് വേണ്ടിയാണ്, പ്രണയത്തിൽ നിന്നാണ്, ചുറ്റുമുള്ള സമൂഹത്തോടുള്ള കലഹങ്ങളാണ്. എല്ലാം മറയില്ലാതെ അക്ഷരങ്ങളിലൂടെ ബിംബനം ചെയ്ത് കവിതയായി മാറുന്നു. പരമ്പരാഗതവും സാമ്പ്രദായികവുമായ കാവ്യരീതികളും വൃത്തനിബദ്ധതയും അലങ്കാര പ്രയോഗങ്ങളും ഒന്നും അയ്യപ്പൻ്റെ കാവ്യസങ്കല്പങ്ങളിലില്ല. അദ്ദേഹം കാവ്യസങ്കല്പങ്ങളെയും വ്യവസ്ഥാപിതമായ ജീവിത രീതികളെയും നിരന്തരമായി വെല്ലുവിളിക്കുകയായിരുന്നു. ഒന്നുമില്ലാത്തവൻ്റെ, ഒന്നിനും പേടിയില്ലാത്തവൻ്റെ ധിക്കാരം ചെറുത്തുനിൽപ്പിൻ്റെ ശബ്ദമായി കവിതകളിലേക്ക് ആവാഹിച്ച് നമ്മളെ അമ്പരപ്പിക്കുകയായിരുന്നു അയ്യപ്പൻ. ബാല്യത്തിലെ അനാഥത്വം, തെരുവുകളിലെ അലച്ചിൽ, പ്രണയനഷ്ടങ്ങൾ, വിശപ്പ്, ലഹരി, ഏകാന്തത, മരണം എന്നിവയെല്ലാം അയ്യപ്പൻ കവിതകളിലെ സ്ഥിരം പ്രമേയങ്ങളായിരുന്നു. സ്വന്തം അനുഭവങ്ങളുടെ എരിതീയിൽ നിന്നാണ് ആ കവിതകൾ പിറവിയെടുക്കുന്നത്. അസാധാരണമായ സത്യസന്ധതയും തീവ്രതയുള്ള ജീവിതാനുഭവങ്ങളും കാവ്യബിംബങ്ങളിലൂടെ നെരിപ്പോടുകളാക്കി ആ തീജ്വാലകൾ സമൂഹത്തിന് നേർക്കെറിയുമ്പോൾ അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്നതുപോലെ അത് കേട്ട് വെന്ത് നീറാത്തവരായി വായനക്കാരിൽ, ആസ്വാദകരിൽ ആരുമുണ്ടായിരുന്നില്ല. അയ്യപ്പൻ കവിതകളുടെ ഏറ്റവും വലിയ സവിശേഷതയും കവിതകളുടെ ബിംബവിധാനമാണ്. ശിഥിലവും പ്രമാത്മകവുമായ ബിംബങ്ങളിലൂടെ തൻ്റെ ആശയങ്ങൾ കവിതകളായി അവതരിപ്പിക്കുന്നു. അത് നമ്മെ അമ്പരപ്പിക്കുന്നു. കണ്ണ്, മഴ, പൂവ്, മരണം, ശവപ്പെട്ടി തുടങ്ങിയ കവിതകളിൽ ആവർത്തിച്ചു വരുന്ന ശക്തമായ അർത്ഥതലങ്ങളുള്ള രൂപകങ്ങൾ, അക്ഷരങ്ങളാൽ വാക്കുകൾ കൊണ്ട് കൊത്തിയെടുത്ത്
ശില്പം നിർമ്മിക്കുന്ന രചനാ കൗതുകങ്ങൾ ആയിരുന്നു അയ്യപ്പൻ്റെ കവിതകൾ. പ്രണയവും മരണവും ഇഴചേർന്ന് കിടക്കുന്ന കാവ്യബിംബങ്ങൾ. പ്രണയമെന്നത് നഷ്ടപ്രണയത്തിൻ്റെ വേദനയും കാത്തിരിപ്പുമായിരിക്കും. മരണം ഒരു ഭയമായിട്ടല്ല, മറിച്ച് ജീവിതത്തിൻ്റെ അനിവാര്യതയായ തുടർച്ചയായും തുടർന്നുള്ള അനുഭവമായും അദ്ദേഹം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. അദ്ദേഹം കണ്ട എൻ്റെ ശവപ്പെട്ടി ചുമക്കുന്നവരോട് എന്ന കവിത അവസാനിക്കുന്നത് ഇനി എൻ്റെ ചങ്ങാതികൾ മരിച്ചവരാണ്, ഇനി എൻ്റെ ചങ്ങാതികൾ മരിച്ചവരാണ്. അപ്പോൾ മരണം ജീവിതത്തിൻ്റെ ഒരു അനിവാര്യത, തുടർച്ചയായി മരണത്തെ സ്നേഹിക്കുന്ന ഒരു കവിയായിരുന്നു അദ്ദേഹം. സ്ഥാപനവൽകൃതമായ സകലതിനോടും അയ്യപ്പൻ കലഹിച്ചു. അധികാരത്തോടും സാമൂഹിക അനീതികളോടും തൻ്റെ കവിതകളിലൂടെ അയ്യപ്പൻ പ്രതികരിച്ചു. ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കെതിരെ ശക്തമായതും ഉച്ചത്തിലുള്ളതുമായ ശബ്ദരേഖയാണ് അയ്യപ്പന് കവിത. അദ്ദേഹത്തിൻ്റെ പുലയാടി മക്കൾ എന്നൊരു കവിതയുണ്ട്. ഞാനിവിടെ അത് സൂചിപ്പിക്കുമ്പോൾ ഈ കവിത കടമ്മനിട്ടയുടെ കവിതയാണ് എന്ന് അവകാശപ്പെടുന്നവരുണ്ട്, അയ്യപ്പ പണിക്കരുടെ കവിതയാണ് എന്ന് അവകാശപ്പെടുന്നവരുണ്ട്. ഇത് രണ്ടുമല്ല, നമ്മുടെ പത്തനാപുരത്തെ ഒരു റിട്ടയേർഡ് പട്ടാളക്കാരൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം കവിത എന്ന രീതിയിലും ഇത് അവതരിപ്പിക്കുന്നുണ്ട്. എന്തായാലും ശരി, ഈ കവിത അയ്യപ്പൻ്റെ കവിതയായി അദ്ദേഹം സമൂഹത്തിന് നേർക്ക് ഈ എറിഞ്ഞ പന്തമായി, ഉച്ചനീചത്വങ്ങൾക്കെതിരെയുള്ള ഒരു വികാരമായി ഇതിൽ തുടിക്കുന്നത് കൊണ്ടാണ് നമ്മൾ നെറ്റിൽ അന്വേഷിക്കുമ്പോൾ ഇത് അയ്യപ്പൻ്റെ കവിതകളായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ആ കവിതയിലൂടെ പറഞ്ഞ ചില കാര്യങ്ങൾ, പുതിയ കുപ്പിക്കുള്ളിൽ പഴയ വീഞ്ഞെന്നോ, പഴയതിനെന്നെന്നും പഴയതല്ലെന്നോ, പല നാളിൽ എന്നെ കുടിപ്പിച്ച നീര് പുഴുവരിക്കുന്നത് പഴനീര് തന്നെ. പുതിയ കുപ്പിക്കുള്ളിൽ പഴയ വീഞ്ഞെന്നോ, പഴയതിന്നെന്നും പഴയത് തന്നെയല്ലയോ, പല നാളിൽ എന്നെ കുടിപ്പിച്ച നീര് പുഴുവരിക്കുന്നൊരാ പഴനീര് തന്നെ. കഴിവേറി മക്കൾക്ക് മിഴിനീര് വേണം, കഴിവേറുമേൻ ചോര വീഞ്ഞായി വരേണം, കഴിവിൽ അവർക്കിന്ന് കഥനങ്ങൾ മാറ്റാൻ കുഴിവെട്ടി മൂടുന്നു നിത്യസത്യങ്ങൾ. കഴിവേറി മക്കളെ വരികുന്ന് നിങ്ങൾ, കഴുകൻ ഇവിടുണ്ടെന്നറിഞ്ഞില്ല നിങ്ങൾ, കടമിഴികൾ കൊത്തിപ്പറിക്കുന്ന കൊമ്പൻ കഴുകൻ ഇവിടുണ്ടെന്നറിഞ്ഞില്ല നിങ്ങൾ. പുലയാടി മക്കൾക്ക് പുലയാണ് പോലും, പുലയൻ്റെ മകനോട് പുലയാണി പോലും. പുലയാടി മക്കളെ പറയുമോ നിങ്ങൾ, പറയനും പുലയനും പുലയായതെങ്ങനെ, പറയുമോ പുലയാടി മക്കളെ. നഗരജീവിതത്തിലെ അന്യവൽക്കരണവും വ്യക്തിപരമായ ഏകാന്തതയും അദ്ദേഹത്തിൻ്റെ കവിതകളുടെ കാതലായിരുന്നു. തെരുവ് അയ്യപ്പൻ്റെ വീടും അഭയവുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഷ തെരുവിൻ്റെ ഭാഷയായിരുന്നു. അലങ്കാര നിബദ്ധമായ സംസ്കൃത പദസമ്പന്നമായ കാവ്യഭാഷ ആയിരുന്നില്ല അയ്യപ്പൻ്റേത്. വളരെ കുറഞ്ഞ വാക്കുകളിൽ അതിശക്തമായ ആശയലോകം നേരിട്ട് മൂർച്ചയേറിയ അക്രമാസക്തമായ ഭാഷാവിശേഷണങ്ങളാൽ അദ്ദേഹം കവിതകൾ സൃഷ്ടിക്കുകയായിരുന്നു. കവിതയുടെ വ്യാകരണ നിയമങ്ങളും പാരായണ ശരിമകളുമെല്ലാം ബോധപൂർവം ലംഘിച്ച ഒരു ധിക്കാരിയായ കവി. സാഹിത്യ നിരൂപകരുടെ ജാഠ വ്യായാമങ്ങളിൽ നിന്ന് അകന്നുമാറി കലാലയങ്ങളിലും യുവതബോധങ്ങളിലും തരംഗമാവുകയായിരുന്നു അയ്യപ്പൻ കവിതകൾ. കുഞ്ഞുണ്ണി കവിതകൾ കുട്ടികൾക്കെന്ന പോലെ അയ്യപ്പൻ കവിതകൾ യുവാക്കളുടെ ലഹരിയായി മാറി. ജീവിതത്തിൻ്റെ അർത്ഥം തേടി അലയുന്ന, വ്യവസ്ഥിതിയോട് കലഹിക്കുന്ന നിത്യയുവത്വത്തിൻ്റെ കവിതകളായി മാറി. യുവാക്കൾ ആ കവിതകൾ ചുവരുകളിൽ കുറിച്ചിടുകയും ചൊല്ലി നടക്കുകയും ചെയ്തു. അങ്ങനെ നവീന കവികളിലെ ജനകീയ മുഖമായി അയ്യപ്പൻ്റെ മുഖം നിറഞ്ഞു നിൽക്കുന്നു. മലയാള കവിതയുടെ പരമ്പരാഗത സൗന്ദര്യ സങ്കല്പങ്ങളെ തകിടം മറിച്ച കവി, ജീവിതാനുഭവങ്ങളെ തീവ്രത കൊണ്ട് ഭാഷയുടെ മൂർച്ച കൂട്ടി സമൂഹത്തിന് നേരെ തീപ്പന്തങ്ങൾ എറിഞ്ഞ കവി. ആവർത്തന വിരസതയോ ആശയപരമായ വ്യക്തതക്കുറവോ ചില കവിതകളിൽ അനുഭവപ്പെട്ടേക്കാമെങ്കിലും ആ കുറവുകളെല്ലാം കാവ്യാത്മകമായ കരുത്തും സത്യസന്ധതയും കൊണ്ട് അദ്ദേഹം അതിജീവിക്കുന്നു. രാജകീയവാദങ്ങളെ അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് ഒരു അരാജകീയവാദിയായി
സമൂഹത്തെ വെല്ലുവിളിക്കുന്ന കാവ്യധിക്കാരത്തിൻ്റെ ഉടമ. വൈയാകരണന്മാരും വൈജ്ഞാനിക മനീഷികളും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും മലയാളിയുടെ കാവ്യബോധത്തെ സ്വന്തം കവിതകളിലൂടെ, കാവ്യബിംബങ്ങളിലൂടെ ഇത്രയധികം പൊള്ളിച്ച മറ്റൊരു കവിയില്ല. ഇത്തരത്തിൽ ഒരു കവി ഇനി ഉണ്ടാവുകയുമില്ല. അദ്ദേഹം പ്രണയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: നിനക്ക് പകരമാകാൻ മറ്റാർക്കും സാധിക്കില്ലെന്ന തിരിച്ചറിവിൻ്റെ പേരാണ് പ്രണയം. നീ മറന്ന പാട്ടുകൾ നീ പകുത്ത നെഞ്ചിലേറ്റി ഓർത്ത് പാടുമ്പോൾ നീ എനിക്കായി കാത്തുനിന്നില്ലേ? പട്ടിണിയുടെ പറ്റിലേക്ക് നിന്നെ പങ്കു ചേർക്കാൻ ഇഷ്ടമില്ലാത്തതിനാൽ പ്രാണനായി പ്രണയിച്ച നിന്നെയും പറഞ്ഞു പറ്റിച്ചു ഞാൻ. അങ്ങനെ നമ്മെ പറഞ്ഞു പറ്റിച്ച ഒരു മഹാധിക്കാരിയുടെ അനുസ്മരണം വളരെ ഗംഭീരമായി ഈ സമുദ്രതീരം ഏറ്റെടുത്തതിലും അതിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം നൽകിയാലും ഈ സാഹിത്യരംഗത്തെ മഹാരഥന്മാരുടെ കവിയെക്കുറിച്ചുള്ള വർത്തമാനം പറച്ചിൽ കേൾക്കാൻ നിങ്ങൾക്കും എനിക്കും അവസരം കിട്ടിയതിലുമുള്ള സന്തോഷം നിങ്ങളോടൊപ്പം പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വർത്തമാനം പറച്ചിൽ അവസാനിപ്പിക്കുന്നു. നമ്മുടെ കവി എ അയ്യപ്പൻ്റെ ഈ അനുസ്മരണത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ, ഇളവൂരും സജിസാറും സൂചിപ്പിച്ചതുപോലെ, വ്യക്തിപരമായിട്ട് നേരിട്ട് എനിക്ക് എ അയ്യപ്പനുമായിട്ട് ബന്ധമില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ ധാരാളം വായിക്കുകയും ഒക്കെ പരിചയപ്പെടുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങളുടെ നമ്മളെ വേദി വിട്ടുപോയ, ഈ ജീവിതം തന്നെ വിട്ടുപോയ മുത്താന സാംബശിവനും അതുപോലെ ആർ മനോജും ഉൾപ്പെടെയുള്ള കവി സുഹൃത്തുക്കളുടെ ഒക്കെ കൂടുമ്പോൾ മിക്കവാറുമൊക്കെ ഈ എ അയ്യപ്പനും അദ്ദേഹത്തിൻ്റെ കവിതകളുമൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ഈ വർത്തമാനങ്ങളിൽ ഇടം പിടിക്കാറുണ്ട്. അങ്ങനെ എ അയ്യപ്പൻ്റെ കവിതകളിലൂടെയൊക്കെ തന്നെ സഞ്ചരിക്കുവാനുള്ള ഒരു അവസരവും ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മുറിവേറ്റ ശീർഷകങ്ങൾ എന്ന് പറയുന്ന മൊത്തത്തിലുള്ള കവിതകളിലൂടെ പലപ്പോഴും സഞ്ചരിക്കുമ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ഒരു വൈയക്തികമായ ബന്ധം ഊട്ടിയുറപ്പിക്കുവാൻ അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിൽ അതുപോലെ തന്നെ കുടിക്കോട് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ എല്ലാ വർഷവും നടക്കുന്ന എ അയ്യപ്പൻ അനുസ്മരണത്തിൽ പലപ്പോഴും പങ്കെടുക്കുവാനുള്ള ഒരു അവസരവും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ അദ്ദേഹത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെയും ഒക്കെ തന്നെ സഞ്ചരിക്കുക ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ ഒക്കെ സഞ്ചരിക്കുമ്പോൾ കേൾക്കാൻ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ തന്നെ വാചകങ്ങളുണ്ട്. കാലശേഷം എൻ്റെ ഓർമ്മയ്ക്കായി ആരെങ്കിലും ഒരു സ്മാരകം പണിയുകയാണെങ്കിൽ അത് ഒരു സത്രമായിരിക്കണമെന്നാണ് എ അയ്യപ്പൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇന്ന് അദ്ദേഹത്തിന് വേണ്ടി സ്മാരകം പണിയുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്ക് എന്ന് പറയുന്നത് എനിക്കായിട്ട് ആരെങ്കിലും ഒരു സ്മാരകം പണിയുക, അദ്ദേഹത്തിൻ്റെ കവിതകൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സ്മാരകം എന്ന് പറയുന്നത്, അതൊരു സത്രമായിരിക്കണം എന്നാണ്. അതുപോലെ അദ്ദേഹം ഒരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട്, അമ്മ മരണക്കിടക്കയിലായിരുന്നപ്പോൾ ഞാൻ ഇൻകുലാബിൻ്റെ ആൾക്കൂട്ടത്തിലായിരുന്നു. ഞാൻ മണ്ണിൻ്റെ നിറമുള്ള പുഴയാണ്, ഞാൻ പുഴപോയ വഴിയെ നടക്കുന്നു. ഇതൊക്കെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ വളരെ ശക്തമായ ആ കാവ്യ വഴികളിലെ വരികളാണ്. പിന്നെ അതുപോലെ തന്നെ ശവപ്പെട്ടി ചുമക്കുന്നവരോടെന്ന ഒരു കവിതയും, അതുപോലെ അത്താഴം നേരത്തെ സൂചിപ്പിച്ച വളരെ അദ്ദേഹത്തിൻ്റെ അനുസ്മരണത്തിൽ പലപ്പോഴും കേട്ടിട്ടുള്ള കവിത, ഈ കാറപകടത്തിൽപ്പെട്ടു മരിച്ച വഴിയാത്രക്കാരൻ്റെ ചോരയിൽ ചവിട്ടി ആൾക്കൂട്ടം നിൽക്കെ മരിച്ചവൻ്റെ പോക്കറ്റിൽ നിന്നും പറന്ന 5 രൂപയിലായിരുന്നു എൻ്റെ കണ്ണ് തുടങ്ങുന്ന അത്താഴമെന്നുള്ള ആ കവിതയും ഒക്കെ തന്നെ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കവിതകളിലേക്ക് കടക്കുവാനുള്ള പ്രേരണയാണ്. എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്ന നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ ഒരു അനുസ്മരണം അദ്ദേഹത്തിൻ്റെ കവിതകൾ മാത്രമല്ല, ഇളവൂരിൻ്റെയും അതുപോലെ സജിത് സാറിൻ്റെയൊക്കെ എ അയ്യപ്പനുമായിട്ടുള്ള വ്യക്തി ബന്ധത്തിലൂടെ, ആ കവിതാ ബന്ധത്തിലൂടെ തീർച്ചയായിട്ടും പുതിയ അദ്ദേഹത്തിൻ്റെ ജീവിത വീക്ഷണങ്ങളെ, കവിതയുടെ ഉൾക്കാമ്പുകളെ
കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു അവസരം ലഭിച്ചു എന്നുള്ളതാണ് തീർച്ചയായിട്ടും സന്തോഷം നൽകുന്ന ഒരു കാര്യം. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് എൻ്റെ അമ്പോല എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ എ അയ്യപ്പനെ അനുസ്മരിച്ചുകൊണ്ടൊരു കവിത എഴുതിയിട്ടുണ്ട്. കാരണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം തെരുവിൽ ജീവിച്ചു, തെരുവിൽ മരിച്ച ഒരു സമയത്ത്, അന്ന് എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു എന്നാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര വേള തന്നെ നീട്ടിവയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അന്ന് വന്ന ആ ഒരു അനുസ്മരണത്തിൽ നിന്ന് എൻ്റെ ഒരു പുസ്തകത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു കവിത പിന്നീട് ഇങ്ങനെ കുറിച്ചിട്ടുണ്ട്. അയ്യപ്പൻ ആശാൻ എന്നാണ് ആ കവിത. അമ്പോല എന്ന് പറയുന്ന ആ കവിത, ആ പുസ്തകത്തിൽ ഞാൻ എഴുതിയ അയ്യപ്പനെ കുറിച്ചുള്ള ഒരു കവിത. അത് വായിച്ച് തീർച്ചയായിട്ടും ഈ ഒരു തിലോദകമായിട്ട് അയ്യപ്പനോടുള്ള പിന്നെ ഒരു തിലോദകം അർപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. കവിത അയ്യപ്പൻ ആശാൻ. കവിത എറിഞ്ഞു നടന്ന പക്ഷി വെയിൽ തിന്നു മരിച്ചു. വെയിൽ തിന്ന പക്ഷി എന്നുള്ള ഒരു കവിതയുണ്ട്. കവിത എറിഞ്ഞു നടന്ന പക്ഷി വെയിൽ തിന്നു മരിച്ചു, കൂടിയവർ ക്യാമറ കണ്ണിൽ അളയിട്ടു നിന്നു. നമുക്ക് അദ്ദേഹത്തിൻ്റെ പിന്നെ മരണസമയത്ത്, മരണത്തിന് ശേഷം അന്ന് നടന്ന അനുസ്മരണത്തിൽ നമുക്ക് ആ പത്ര റിപ്പോർട്ടൊക്കെ കണ്ടാൽ തോന്നിയ ചില വരികളാണ്. ക്യാമറ കണ്ണിൽ അളയിട്ടു നിന്നു, പോസ്റ്റ്മോർട്ടത്തിൽ ജയിൽ മുറ്റത്തെ പൂക്കൾ കണ്ടില്ല. പോസ്റ്റ്മോർട്ടത്തിൽ ജയിൽ മുറ്റത്തെ പൂക്കൾ കണ്ടില്ല. തൊണ്ടിയില്ലാതെ അനാഥമായി മോർച്ചറിയിലേക്ക് പുറത്തെ ചൂടേറ്റ് സംസ്കാരം നീണ്ടു. ശീതപ്പെട്ടിയിൽ തുളവീണ ഹൃദയം വച്ച് കവി പുറത്തിറങ്ങി. ശീതപ്പെട്ടിയിൽ തുളവീണ ഹൃദയം വച്ച് കവി പുറത്തിറങ്ങി. സാംസ്കാരികം കതിന പൊട്ടിച്ച് ഉച്ഛിഷ്ടം തിന്നു. സാംസ്കാരികം കതിന പൊട്ടിച്ച് ഉച്ഛിഷ്ടം തിന്നു. ഇനി സ്മാരകം, പുരസ്കാരം, കൊണ്ടാട്ടം. നഗരത്തിൽ കവിയെ ഒഴിഞ്ഞു നടന്നവർ തെളിഞ്ഞു നീങ്ങി, മൊഴിഞ്ഞു നടന്നവർ തിരുവഴിയിൽ. കവിയെ ഒഴിഞ്ഞു നടന്നവർ ഞെളിഞ്ഞു നീങ്ങി, മൊഴിഞ്ഞു നടന്നവർ തിരുവഴിയിൽ. സഹനം വഴിമുട്ടിയപ്പോൾ അയ്യപ്പനാശാൻ പേടകത്തിൽ തിരിച്ചെത്തി ഹൃദയം കവർന്നിരിക്കുന്നു. സഹനം വഴിമുട്ടിയപ്പോൾ അയ്യപ്പനാശാൻ പേടകത്തിൽ തിരിച്ചെത്തി ഹൃദയം കവർന്നിരിക്കുന്നു. പൊട്ടിച്ചിരിച്ച് പുലപറഞ്ഞ് കെട്ടുതാങ്ങി അയ്യപ്പൻ മലയാളം താണ്ടി. പൊട്ടിച്ചിരിച്ച് പുലപറഞ്ഞ് കെട്ടുതാങ്ങി അയ്യപ്പൻ മലയാളം താണ്ടി. അങ്ങനെ അയ്യപ്പനാശാൻ എന്ന് പറയുന്ന കവിത അദ്ദേഹത്തിൻ്റെ തിലോദകമായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. എന്തോ പറയണമെന്ന് അറിഞ്ഞൂടാ. അയ്യപ്പനെ കണ്ടത് പറയണോ, അയ്യപ്പനുമായിട്ട് അടുപ്പമാവാനുള്ള കവിത പറയണോ, അതോ അതിനുശേഷം 10-15 വർഷമായിട്ട് ഇതിങ്ങനെ കൊണ്ടുകിടന്ന് പ്രവർത്തിക്കുന്നതിൻ്റെയും അതിനകത്ത് സഹകരിക്കുന്നവരെയും നമ്മളോട് സഹകരിക്കുന്നതിൻ്റെയും സഹായിച്ചവരുടെ കാര്യം പറയണോ എന്തോന്ന് അറിയാൻ മേല. എന്തായാലും സ്ഥിരമായിട്ട് കവി അയ്യപ്പൻ അനുസ്മരണം കൊല്ലത്ത് എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി അനുഭാവത്തോടുകൂടി ഞാൻ നടത്തിക്കൊണ്ടിരുന്നതാണ്. ഇപ്രാവശ്യം 2 ഇടത്ത് നടത്തണമെന്ന് തീരുമാനിച്ചു. അതിലൊന്ന് കാമ്പശ്ശേരി കരുണാകരൻ്റെ പേരിലുള്ള വായനശാല നടത്തണമെന്ന് നിർദ്ദേശം വെച്ചു. അത് ശരിയായി വന്നില്ല. പിന്നുള്ളത് നമ്മുടെ ഇവിടെ തൊട്ടടുത്തുള്ളൊരു ഗാന്ധി ഭവനുണ്ടല്ലോ ഇവിടെ, വേളമാനൂർ. അവിടെ ഓരോ സാംസ്കാരിക പരിപാടി നടത്തുമ്പോൾ ഏത് സാംസ്കാരിക പരിപാടിയാണെന്നോ ആ പരിപാടിക്ക് അനുസരിച്ചുള്ള ആൾക്കാരെ സംഘാടകർ ഒപ്പിച്ചു തരും. അവരുള്ളില്ലേലും അങ്ങനെ നല്ലൊരു വേദിയായി മാറുന്ന ഒരു മേഖലയുണ്ട് അവിടെ. ഇവിടെ ആളില്ലെന്നുള്ളതല്ലേ പറഞ്ഞ്, വിമർശിച്ചതല്ല. പിന്നെ അയ്യപ്പൻ കവിയാണോ വിപ്ലവക്കാരനാണോ അതോ അസാമാന്യമായ രീതിയിൽ കവിത എഴുതിയോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ ഉള്ളത് അയ്യപ്പൻ വ്യത്യസ്തമായ ആരും കാണാത്തത് എടുത്ത് നമുക്ക് തന്നു എന്നുള്ളത് വസ്തുതയാണ്. പിന്നെ വേളമാനൂരിലെ പരിപാടി പോയതിൻ്റെ ഒരു പരിപാടി, ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങ് നിർത്താൻ ഞാൻ. ഒരു ഫെമിനിച്ചി എന്ന് പറഞ്ഞുകൂടല്ലോ. എങ്കിലും ഞാൻ പ്രതിഷേധക്കാരനാണ്, ഞാനും വിമതനാണ്. അയ്യപ്പൻ വിമതനാണ്, ഞാൻ സാംസ്കാരിക പ്രവർത്തനത്തിൽ വിമതനാണ്. അയ്യപ്പൻ പലതിലും വിമതനായിരുന്നു. ജീവിത രീതിയിൽ, കവിത എഴുതുന്ന രീതിയിൽ, വിപ്ലവത്തിൻ്റെ രീതിയിലൊക്കെ, പ്രണയത്തിൻ്റെ രീതിയിലൊക്കെ വിമതനായിരുന്നു. വിമത ജീവിതചര്യ അതിശയിപ്പിച്ചയാളാണ്. അപ്പോൾ ഒരു ഫെമിനിസ്റ്റിനെ വിളിച്ചപ്പോൾ അയ്യപ്പൻ പരിപാടിയിൽ പങ്കെടുക്കത്തില്ല എന്ന് പറഞ്ഞു എന്നുള്ളതാണ് വസ്തുത. അതെന്തുവാ, അയ്യപ്പൻ്റെ പരിപാടി പങ്കെടുത്ത ഫെമിനിസ്റ്റിനല്ലാതാവും ഇപ്പോൾ. അല്ലല്ല, അയ്യപ്പൻ വേറൊരു അയ്യപ്പനുണ്ട് പോലും.
വേറൊരു അയ്യപ്പൻ ഇവിടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്നെന്നോ അവരെ എടുക്കുന്നെങ്കിൽ ഞാൻ വരാമെന്നോ അവരെടുത്തോണ്ട് കിടക്കണം. അയ്യപ്പനെ വേണ്ടുന്നവർ നമ്മളെടുത്തോണ്ട് കിടക്കും. അപ്പോൾ അങ്ങനെ അയ്യപ്പൻ എന്താ അതിൻ്റെ കാരണവും കൂടെ പറഞ്ഞു. ആ അയ്യപ്പൻ്റെ ഈ ഇവിടെ പറഞ്ഞ വികലതമായ രീതി, വൈകൃതങ്ങൾ, അത് ഏത് രീതിയിലാണ് അങ്ങനെ വന്നതെന്നും ഇവിടെ പറഞ്ഞു. ആ ഭ്രമാത്മകതയെ അദ്ദേഹത്തിൻ്റെ കവിതയിലുള്ള എന്താണ് അങ്ങനെ വന്നതെന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന് സ്നേഹം കിട്ടിയിട്ടില്ല. അദ്ദേഹം കാണുന്നതെല്ലാം സ്നേഹം പ്രേമിച്ചങ്ങ് പോയതാ. ഇല്ലെങ്കിൽ പിന്നെ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ആ അഭയം കൊടുത്തവരുടെ വീട്ടിലെ ഗ്രഹനാഥ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ അവിടെ കൊണ്ടുവന്ന് കസേരയിട്ട് അവിടെ ഇരിക്കണമെങ്കിൽ അതിൻ്റെ അതിൻ്റെ കവിതയുണ്ട്. എന്നുവെച്ചാൽ അവിടെ വന്നിരുന്ന അദ്ദേഹത്തിനെ ഗ്രഹനാഥനായിട്ട് അദ്ദേഹത്തെ കവിത സിനിമ എടുക്കാനും അവിടെ കൊണ്ടുവന്നപ്പം അദ്ദേഹം അവിടുത്തെ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്നുള്ളതാണ്. നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ ചിലവർക്കത് പറ്റത്തില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭ്രമാത്മകത അങ്ങനെയാണ്. സംരക്ഷണം പോകുന്നിടത്തും വരുന്നിടത്തും എല്ലാം സംരക്ഷിക്കുക എന്നുള്ളതാണ്. അത് കാണാനിവിടെ ആർക്കും കഴിയുന്നില്ല. ഇപ്പോൾ അയ്യപ്പനെ വിമർശിച്ചു. അയ്യപ്പൻ സ്ത്രീകളോടുള്ള സമീപനത്തെക്കുറിച്ച് അയ്യപ്പനെ ഇവിടെ വിമർശിച്ചു പലരും. പക്ഷേ അതിനുവേണ്ടി ആരും രംഗത്തിറങ്ങി വന്നില്ല. എന്താണ് അത്? സമൂഹത്തിൻ്റെ കവിതയിലോടും കവിത എഴുതുന്നവരോടുമുള്ള സമീപനമാണ്. എന്താണ്? തുറുവും പിന്നെ കച്ചിയും കൂടുതലുള്ള സാഹിത്യകാരന്മാരെയും നായകന്മാരെയും കൂടെ ആരെങ്കിലും പറഞ്ഞാൽ ഉടനെ കയറി കൂടും. ഇപ്പം ഞാനിവിടെ ഇരുന്നപ്പോൾ ഒരു ഫോൺ വിളി വന്നു. ചവറയിലുള്ള ഒരു കവിയെ നിങ്ങളറിയോ? എന്നെ വിളിച്ചു, പിന്നെ എൻ്റെ കമൻസിൽ കയറി തോന്നിവാസം പറഞ്ഞിരിക്കുന്നു. കാര്യം എന്തുവാ? NK പ്രേമചന്ദ്രൻ്റെ ഒരു കാര്യം ആയിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ എഴുതിയപ്പോൾ ആ കവിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അയാളെ പിന്നെ ഇഷ്ടപ്പെടാഞ്ഞ് പിന്നെ മെസ്സഞ്ചറിൽ കയറി വന്ന് തെറി വിളിച്ചെന്നാണ് പറയുന്നത്. അയാളാരാണ്? അതെ, ഫേസ്ബുക്കിൽ പറയുന്നത് ഫേസ്ബുക്കിൽ പറയണം. അപ്പോൾ സമൂഹത്തിൽ എന്തെല്ലാം പ്രതികരിക്കുന്നു. പക്ഷേ അയ്യപ്പനെ പ്രതികരിച്ചപ്പോൾ ഇവിടെ ആരും പ്രതികരിച്ചില്ല. സാഹിത്യ ലോകം ആരും പ്രതികരിച്ചില്ല. അയ്യപ്പൻ അങ്ങനെ ചെയ്തു, അയ്യപ്പൻ ഇങ്ങനെ ചെയ്തു, അയ്യപ്പന് വൈകല്യം ഉണ്ടായിരുന്നു, വൈകൃതം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആരും രംഗത്തൊന്നും വന്നൊന്നുമില്ല. അയ്യപ്പനെ കൊണ്ട് നടന്ന് ഇഷ്ടംപോലെ കൊണ്ട് കിടന്ന് പിന്നെ പ്രയോജനപ്പെടുത്തിയവരൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. എനിക്കത് ഏത് രീതി പറയണമെന്നൊന്നും അറിഞ്ഞുകൂടാ. എങ്കിലും അയ്യപ്പനെ പിന്നെ കണ്ടെത്താൻ കാര്യം നമ്മൾ ഓരോ രീതിയിലും കവിതയെ ഇഷ്ടപ്പെടുന്ന ഓരോ രീതിയിലാണ്. നമ്മൾ കൊച്ചിൻ്റെ കാണുന്നത് പോലെയല്ല പഠിക്കാൻ ചെല്ലുമ്പം കവിതയെ കാണുന്നത്. പിന്നെ അവിടുന്ന് മാറുമ്പം വേറെ രീതിയിലാണ് കവിതയെ കാണുന്നത്. അത് പിന്നെ സാംസ്കാരിക പ്രവർത്തനത്തിലോട്ട് പോകുമ്പം വേറെ രീതിയിൽ കാണുന്നു. കവിത എഴുത്തുകാരുണ്ട്. ഇനി കവിത എഴുതിയിട്ട് കവിതയിൽ നിന്ന് മാറിയിട്ട് ചിത്രകാരനായവരുണ്ട്. അവർ പിന്നെ നോവൽ എഴുതി പോയവരുണ്ട്. അപ്പോൾ അവരെങ്ങനെ കവിതയെ കാണുന്നു, അല്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം കവിതയെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനെക്കുറിച്ചൊന്നും നമുക്കൊന്നും ആരെക്കുറിച്ചും ഒന്നും വ്യക്തമായിട്ട് ഒരു വസ്തുനിഷ്ഠമായിട്ടൊരു കാര്യവും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ ഞാൻ കവിത കേൾക്കുന്ന ആളാണ്, കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. അങ്ങനെയാണ് കവിതയോട് ഇഷ്ടപ്പെടുന്നതും. സാഹിത്യ പ്രവർത്തനത്തിൽ വരും, സാംസ്കാരിക പ്രവർത്തനത്തിൽ, രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വരുമ്പോഴും നമ്മളെ പരിപാടിയിലെല്ലാം കവിത ചേർക്കുമായിരുന്നു. അങ്ങനെ പല പല പടവുകൾ വന്ന് ഇങ്ങനെ വരുന്നപ്പോഴാണ് വിദ്യാഭ്യാസ രംഗത്തോട്ട് ഒരു പരിപാടിയായിട്ട് ഇറങ്ങിയപ്പോൾ അതിന് കവിതയായിട്ടൊക്കെ ഇത്തിരി ബന്ധം വേണമെന്ന് പറഞ്ഞപ്പോൾ കവിത വാങ്ങിച്ചു. സമയം കൂടി പോന്ന്, സോറി. ആ കവിതാ പുസ്തകങ്ങൾ വായിച്ച് വന്നപ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയുള്ള ഒരു കവിതയ്ക്കകത്ത് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഇദ്ദേഹം വായിച്ച കവിത ഞാൻ കാണുന്നത്. അന്നേരം ഞാൻ നോക്കിയപ്പം യാത്രക്കാരൻ്റെ അപകടത്തിൽ കിടക്കുന്ന യാത്രക്കാരൻ്റെ പോക്കറ്റിൽ നിന്ന് പോകുന്ന ആ 5 രൂപയിലായിരുന്നു എൻ്റെ നോട്ടം എന്നുള്ളതാണ്. അത് കവിതയിലല്ല, നമ്മൾ പച്ചയായ മനുഷ്യൻ്റെ പൈസയോടുള്ള ആർത്തിയോടുള്ള രീതിയിൽ ഒരു നോട്ടം വന്നാൽ അവിടെയാണ് ശ്രദ്ധിച്ചു വന്നത്. അന്നേരം അവിടെ പുസ്തകം നല്ലതോണം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴും പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് അയ്യപ്പനെ ഇവിടെ ആശുപത്രി കയറ്റി എന്ന് പറയുന്നത്. തെരുവിൽ നിന്ന് എടുത്ത് ആശുപത്രി കൊണ്ടുപോയി MAVV കാണുകയും പൈസ കൊടുക്കുകയും ഇത് പിന്നീട് അത് കഴിഞ്ഞിട്ട് ഗാന്ധി ഭവനിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഗാന്ധി ഭവനിൽ കൊണ്ട് കാണിച്ചത് നമ്മുടെ ഗാന്ധി ഭവൻ്റെ സജിനാഥിൻ്റെ വീട്ടിൽ വെച്ച് ബഹളം ഉണ്ടാക്കി. സജിനാഥിൻ്റെ സുഹൃത്തും നമ്മുടെ സുഹൃത്തുമായ അഡ്വക്കേറ്റ് കോതപുരം രവി സാറും കൂടാണ് ഗാന്ധി ഭവനിൽ കൊണ്ടുപോയി കാണിച്ച് 1 മണിക്കൂർ. എന്നിട്ട് ഞാൻ ഇത്രയും നാൾ പ്രവർത്തിച്ചിട്ടും സജിനാഥിനെ ഒന്നാമതായിട്ട് ഒരു അയ്യപ്പ അനുസരണത്തിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അതാണ്
അത് നമ്മൾ ചെയ്യത്തില്ല. നമ്മളെന്ന് പറയാൻ നമ്മുടെ സാംസ്കാരിക പരിപാടി വേറൊരു വീക്ഷണത്തിൽ കാണുന്ന ആളാണ്. അപ്പോൾ സാഹിത്യ നായകന്മാർ തന്നെ ഒന്ന് എന്തെങ്കിലും നടത്തണം. അത് മറ്റൊന്നുമല്ല, അത് വാർത്താ പ്രാധാന്യത്തിൽ വരണം എന്നുള്ള എന്തൊരുമുണ്ട്. വാർത്തയിൽ നല്ല രീതിയിൽ വാർത്ത വരണം എന്നുള്ളത് എന്തുകൊണ്ടാണ് എന്ന് വിചാരിച്ച് അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടില്ല. നാളത്തെ പരിപാടിയിലും രണ്ടാമനാണ്. നമ്മളിപ്പം നാളെ രണ്ടിടത്താണ് പരിപാടി നടത്തുന്നത്. ഒന്ന് ശാസ്താംകോട്ടയിൽ അയ്യപ്പൻ്റെ ജീവിത രീതി വെച്ചുകൊണ്ടുള്ള ഒരു തെരുവിൽ വെച്ചുകൊണ്ടൊരു പരിപാടി. തെരുവിൽ 10-20 പേര് കൂടി അവിടെ വെച്ചൊരു പരിപാടിയുണ്ട്. നാളെ പിന്നെ കണ്ണനല്ലൂർ നമ്മുടെ കുട്ടികളുടെ കേളികൊട്ടിൻ്റെ നേതൃത്വത്തിൽ പരിപാടിയുണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കുന്നവരെല്ലാം നാളെ അവിടെയും വരണമെന്നുള്ള ഒരു അഭ്യർത്ഥന വെച്ചുകൊണ്ട് ഈ സമുദ്രതീരം ഈ മലയാളവേദി, അവിടെയും മലയാളവേദി നടത്തുന്നത്, ഇവിടെയും മലയാളവേദിയാണ് നടത്തുന്നത്. മലയാളവേദി ഒത്തിരി ഉണ്ട്. എല്ലാ മലയാളവേദിയായിട്ടും നമ്മൾ അടുപ്പമുണ്ട്. അപ്പോൾ നാളെ മലയാളവേദിയുടെയും സമുദ്രതീരത്തിൻ്റെയും പിന്നെ അയ്യപ്പനെ സ്നേഹിക്കുന്ന എല്ലാവരെയും നാളെ അവിടത്തേക്ക് സ്നേഹിക്കുന്നു. ഈ പരിപാടി നടത്തിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഓടി എത്തിയത്. ഞാൻ വരുന്നില്ലെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പം ഫ്ലക്സ് കടയിൽ ചെന്നിരുന്നപ്പോൾ അവിടെ കറണ്ട് പോയതുകൊണ്ടാണ് അന്നേരം പറയുന്നത് വല്ലതും പോകാനുണ്ടെങ്കിൽ പോയിട്ട് വരാൻ പറഞ്ഞ് അങ്ങനെ ഓടി വന്നു. അതോ വന്നിട്ടോ 1.5 കിലോമീറ്റർ അപ്പുറത്ത് വന്നാണ് ഇറങ്ങി. പിന്നെ ശ്രീകുമാർ സാറ് പിന്നെ അത് നടത്തുന്നത് കൊണ്ടും പിന്നെ ഇന്ന് സൈനാഥ് സാറ് വിളിച്ചപ്പോൾ 1 മണിക്കൂറിന് മുമ്പ് വിളിച്ചിരുന്നെങ്കിൽ നമ്മളിഞ്ഞ് വന്നേനെയായിരുന്നു. പക്ഷേ ക്രിട്ടിക്കൽ പോയിന്റിലാണ് വിളിച്ചത്. എങ്കിലും ഇത് എത്തിച്ചത് അയ്യപ്പനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അയ്യപ്പൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ. അതുകൊണ്ടാണെന്നില്ല. ശബരിമല അയ്യപ്പനല്ലല്ലോ, ഇപ്പോൾ പോറ്റിയില്ലേ ഇപ്പോൾ ആൾ. ഇപ്പോൾ അയ്യപ്പനെക്കാട്ടി വലിയ ആൾ പോറ്റിയാണ്. അങ്ങോട്ട് പോകണ്ട. അപ്പോൾ ഈ അയ്യപ്പൻ്റെ അനുസ്മരണം പിന്നെ ഇവിടെ നടത്തിയതിൽ വലിയ സന്തോഷമുണ്ട്. ഇത് തുടർന്നും കൊണ്ടുപോകണമെന്നുള്ള ഒരു നിർദ്ദേശം വെച്ചുകൊണ്ട് ലൈബ്രറി കൗൺസിലിൻ്റെ സെക്രട്ടറി എന്നുള്ള രീതിയിൽ അഡ്വക്കേറ്റ് KP സത്യനാരായണനോട് വിശ്വംകുടിക്കോട് ആജ്ഞാപിക്കുന്നു, ഓരോ വായനശാലയിലും അയ്യപ്പൻ്റെ ഒരു ഷെൽട്ടർ കൊണ്ടുവയ്ക്കണം, ഒരു എന്തുണ്ടാക്കണം, അതിനകത്ത് അയ്യപ്പൻ്റെ ഉണ്ടാവണം. അയ്യപ്പന് വേണ്ടിയുള്ള ഒരു ഷെൽട്ടർ ഉണ്ടാവണം എന്നുള്ള പറയുന്നത് അത് ചെയ്തിരിക്കണം. എല്ലാവിധ ആശംസകളും. സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലേക്കായി ഓരനല്ലൂർ ബാബു കൊണ്ടുവന്ന പുസ്തകങ്ങൾ സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് റുവൽ സിംഗ് എമ്മിന് കൈമാറി. സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് റുവൽ സിംഗ് എം ചടങ്ങിൽ നന്ദി അറിയിച്ചു. അയ്യപ്പൻ്റെ ജീവചരിത്രങ്ങളും അയ്യപ്പൻ്റെ കവിതകളെല്ലാം ഇവിടെ സംസാരിക്കുകയും ചൊല്ലുകയും ഉണ്ടായി. ആ കൂട്ടിൽ നമ്മളെല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യം, ഇത് ഉദ്ഘാടന പ്രസംഗം സൂചിപ്പിച്ചതുപോലെ അയ്യപ്പൻ്റെ കുറേ നിമിഷങ്ങൾ അനാഥാലയത്തിൽ കഴിയേണ്ട സാഹചര്യവും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ നിർബന്ധപൂർവം അദ്ദേഹം അവിടെ നിന്ന് ഒഴിവായി പോകുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ നല്ല ആഘോഷത്തോടു കൂടി തന്നെയാണ് അതിനെ വരവേൽക്കുന്നത്. അവൻ ഭൂമിയിൽ നടത്തുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങളും സമൂഹത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളും ഒന്നും ചില സമൂഹങ്ങൾ കാണാതെ പോകുന്നുണ്ട്. പക്ഷേ അവൻ മരിച്ചു കഴിയുമ്പോൾ അതിനൊരു ആഘോഷമാക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ ഇന്ന് കണ്ടുവരുന്നത്. അവൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ വീട്ടിൽ ചെന്ന് നല്ല പൈസ മുടക്കി റീത്തുകൾ സമർപ്പിക്കുകയും അവൻ്റെ ബന്ധുക്കൾ കണ്ടില്ലെങ്കിൽ അവൻ്റെ ബന്ധുക്കൾ കാണുന്നതുവരെ അവിടെ തങ്ങുകയും അതിനുശേഷം ആ ചടങ്ങിൽ സംബന്ധിച്ച് അവൻ്റെ ചായയോ കാപ്പിയോ ഉണ്ടെങ്കിൽ അത് കഴിച്ചതിന് ശേഷം മാത്രമാണ് അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കാണുവാനും കണ്ണില്ലാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചു വരുന്നത്. അയ്യപ്പനും അതുപോലെ ആയിരുന്നു എന്നാണ് ഞാൻ അതിലൂടെ നിങ്ങളെ ഓർമ്മിപ്പിച്ചത്. ഇനി ഇങ്ങനൊരു മനുഷ്യൻ അല്ലെങ്കിൽ ഇതുപോലുള്ള എഴുത്തുകാരും കവികളും മറ്റ് സമൂഹത്തിൽ ജീവിക്കുന്ന മറ്റൊരാൾക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവരുത്. ലക്ഷക്കണക്കിന് രൂപകൾ തന്നെയാണ് നമുക്ക് ഈ റീത്തിനത്തിൽ സമർപ്പിക്കേണ്ടി വരുന്നത്.
അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇനിയും മുൻപോട്ടുള്ള ദിനങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന എഴുത്തുകാരുൾപ്പെടെ അതൊരു ചർച്ചയാക്കി മാറ്റിക്കൊണ്ട് ഇനി നടക്കുന്ന മറ്റ് അനുസ്മരണ സമ്മേളനങ്ങളിലും ഇവിടെ വെച്ച് നടത്തുമ്പോൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമാണ് ഞാൻ ഇന്ന് സൂചിപ്പിച്ചത്. ഇവിടെ കൂടിയ ഇതിൻ്റെ യോഗം ഉദ്ഘാടനം ചെയ്ത സമുദ്രതീരം കൂട്ടുകുടുംബത്തിൻ്റെ അംഗം, അതിനുപരി താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ സെക്രട്ടറി കൂടിയായ അഡ്വക്കേറ്റ് കെ പി സൈനാഥ് സാറിനെ സ്നേഹത്തോടെ സമുദ്രതീരം കൂട്ടുകുടുംബത്തിൻ്റെയും ലൈബ്രറിയുടെയും പേരിൽ നന്ദി അർപ്പിച്ചുകൊള്ളുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരുന്ന സമുദ്ര സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ചെയർമാനും മറ്റ് സാംസ്കാരിക കേന്ദ്രങ്ങളുടെ പ്രധാനപ്പെട്ട ഭാരവാഹിത്വം വഹിക്കുന്ന പ്ലാക്കാട് ശ്രീമാർ സാറിനെ സ്നേഹത്തോടെ സമുദ്രയുടെ പേരിലുള്ള നന്ദിയും കടപ്പാടും അർപ്പിച്ചുകൊള്ളുകയാണ്. അതുപോലെ മറ്റ് കവികളെയും എഴുത്തുകാരെയും പേരുകൾ ഇവിടെ പ്രതിപാദിച്ചതുകൊണ്ട് ഞാൻ ആരുടെയും പേരുകൾ എടുത്ത് പറയാതെ സമയം ഒരുപാട് മുൻപോട്ട് പോയതുകൊണ്ട് എല്ലാവർക്കും ഒറ്റ വാക്കിൽ സമുദ്രയുടെ പേരിലുള്ള നന്ദിയും കടപ്പാടും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.